ഓം ശാന്തി. ഇന്നലെ നമ്മളെ കണ്ട് നിങ്ങളടുത്ത് ചെയ്യാൻ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും കമൻസിൽ ചെയ്തതിൻ്റെ റെസ്പോൺസൊക്കെ എനിക്ക് കുറച്ചാണ് കിട്ടിയത്. എന്നിരുന്നാൽ പോലും എൻ്റെ വാട്സപ്പ് വോയിസ് മെസ്സേജിൽ സെൽഫ് അനാലിസിസ് ചെയ്ത ശേഷം എൻ്റെ നെഗറ്റിവിറ്റി എന്താണ്, എൻ്റെ പോസിറ്റിവിറ്റി എന്താണ്, അഥവാ എൻ്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്ന് കണ്ടെത്തിയതായിട്ടുള്ളൊരു മെസ്സേജ് വന്നപ്പോൾ എനിവേ ഐ ആം ഹാപ്പി. കാരണം നിങ്ങൾക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം. എനിവേ ഇന്നലെ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഇന്ന് സൺഡേ ആണ്, പലരും പല തിരക്കുകളിലാണ്, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതായിരിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. നേരിട്ട് കമ്മ്യൂണിക്കേഷനുള്ള ചില ആളുകളൊക്കെ അവർ ചെയ്തതിൻ്റെ റെസ്പോൺസ് എൻ്റെ അടുത്ത് അറിയിച്ചിരുന്നു. എന്തായാലും ഇന്നലെ ചെയ്ത ആ ഒരു കാര്യത്തിൽ കുറച്ചൊക്കെ റെസ്പോൺസ് എനിക്ക് കിട്ടിയത് കൊണ്ട് ഐ എം ഹാപ്പി. കാരണം 1% അതിൻ്റെ റെസ്പോൺസ് വന്നാൽ ബാക്കി 99% വന്നോളും എന്ന വിശ്വാസത്തിൽ സന്തോഷത്തോടു കൂടി ഞാൻ ആരംഭിക്കാം. ഇത് പറയുന്ന സമയത്ത് ഒരു കാര്യം ഇന്ന് തുടക്കത്തിൽ എനിക്ക് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാതിരിക്കാൻ വയ്യ. ഈ കാണുന്ന ആയിരക്കണക്കിന് ആളുകൾ എന്തായാലും ഈ പ്രോഗ്രാം ഈ നിമിഷത്തിലില്ലെങ്കിൽ പോലും ഇനിയും വാച്ച് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ പലരിടത്തും കേൾക്കാറുള്ളതായിരിക്കുന്ന ഒരു നെഗറ്റീവ് കമൻറ്റ് ഞാൻ ഒരു പോസിറ്റീവ് റിപ്ലൈ തന്നുകൊണ്ട് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുകയാണ്. ആസ് എ സ്പിരിച്വൽ പേഴ്സൺ, ആസ് എ ബ്രഹ്മകുമാരി, ഈശ്വരി വിശ്വവിദ്യാലയം ബ്രഹ്മകുമാരീസ് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വോയിസ് ആയിട്ടും കമൻ്റായിട്ടും ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നു. ഞാൻ നിങ്ങളടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞു തരട്ടെ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ലോ ഓഫ് അട്രാക്ഷൻ ഗുരുവാണ് ഈശ്വരൻ. ഭഗവാൻ സങ്കല്പത്തിലൂടെ രചന രചിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ രചനയെ ആദ്യത്തിൽ കണ്ടുകൊണ്ട് ഈ ഒരു പ്രപഞ്ചത്തിന് വേണ്ടി സൃഷ്ടിച്ച സൃഷ്ടാവ് ഈ ലോകത്തെ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളാരും ഇന്നിങ്ങനെ നിന്ന് സംസാരിക്കില്ലായിരുന്നു, കാണില്ലായിരുന്നു, ആസ്വദിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഭഗവാന്റെ സങ്കല്പത്തിലെ വിഷനാണ് ഈ പ്രപഞ്ചം. അപ്പം അതുകൊണ്ട് ഏറ്റവും വലിയ ലോ ഓഫ് അട്രാക്ഷൻ ഗുരു ആരാണ്? ഈശ്വരൻ. ഇനി ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയത്തിലേക്ക് വന്നാൽ ഈശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ ആരംഭം തുടങ്ങുന്നത് തന്നെ പ്രജാപിത ബ്രഹ്മാവിന് 1936 അവസാനത്തിൽ 37 കിട്ടിയതായിരിക്കുന്ന വിഷനിലൂടെയാണ്, സാക്ഷാത്കാരത്തിലൂടെയാണ്. കണ്ടതും ഈ ലോകത്തിൻ്റെ അന്തിമസ്ഥിതി എന്തെന്നും ഇനി വരാൻ പോകുന്ന ലോകം എങ്ങനെയാവണമെന്നും. അപ്പം അതുകൊണ്ട് ആ ഒരു ലോകത്തെ കണ്ട് നമ്മുടെ ഉള്ളിലേക്ക്, ഓരോരുത്തരുടെ ഉള്ളിലേക്കും ആ ഗുണങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് അതിനുവേണ്ടി റെഗുലർ ബേസിസിൽ പഠിച്ചും പോസിറ്റിവിറ്റി ഇൻകൾക്കേറ്റ് ചെയ്തും ഡെവലപ്പ് ചെയ്ത പേഴ്സണാലിറ്റീസിനെ ദേവതമാരെ പോലെ ദേവതകളാക്കി മാറ്റുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈശ്വരീയ വിശ്വവിദ്യാലയം. സോ നെവർ മൈൻഡ്, ഈ ലോകത്തെ ഏറ്റവും വലിയ ലോ ഓഫ് അട്രാക്ഷൻ ഗുരുവായിരിക്കുന്ന ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചതും ലോ ഓഫ് അട്രാക്ഷനാണ്. അതുകൊണ്ട് യാതൊരു സംശയമില്ലാതെ ധൈര്യത്തോടു കൂടി ഞാൻ നിങ്ങളടുത്ത് പറയാം, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഈശ്വരി വിശ്വവിദ്യാലയം പലരും അറിഞ്ഞുകൊണ്ട് പലരും അറിയാതെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ. പിന്നെ മറ്റൊരു കാര്യം, മണി അട്രാക്റ്റ് ചെയ്യാൻ പറ്റൂ നിങ്ങളെപ്പോലൊരു സന്യാസിക്ക് എന്ന്. ഞാൻ വെറും ഒരു സന്യാസിയല്ല, ഞാൻ നല്ലൊരു വിഷനോട് കൂടിയുള്ളൊരു സന്യാസിയാണ്. എല്ലാ പോസിറ്റീവ് എനർജിയും ഈ ലോകത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുകയും പോസിറ്റീവ് എനർജീനെ ഈ ലോകത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പൈസ അഥവാ ധനം നെഗറ്റീവാണ് എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. ആഹാരം കഴിക്കണമെങ്കിൽ പൈസ ഇല്ലാതെ പറ്റില്ലല്ലോ, നമുക്ക് വണ്ടിയിൽ പോകണമെങ്കിൽ പൈസ ഇല്ലാതെ പറ്റില്ലല്ലോ, വസ്ത്രം അണിയണമെങ്കിൽ പൈസ ഇല്ലാതെ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് എല്ലാ കാര്യത്തിനും ധനം വേണമെങ്കിൽ എല്ലാത്തിലും നമ്മൾ താങ്ങി നിർത്തുന്ന ധനത്തിന് എങ്ങനെ നെഗറ്റീവ് എന്ന് പറയാൻ സാധിക്കും? ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ഒരുപാട് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ കയറിക്കൂടിയതായിട്ടുള്ള തെറ്റിദ്ധാരണകളാണ്, അഥവാ തെറ്റായിരിക്കുന്ന മനസ്സിൻ്റെ ഉള്ളിൽ ഉറച്ചുപോയ ഫീലിങ്സാണ് നമ്മുടെ അടുത്തേക്ക് ധനത്തിനെ കൊണ്ടുവരാത്തത്. അതുകൊണ്ട് ധനം ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമല്ല, 100% പോസിറ്റീവ് എനർജിയാണ്. അത് നിങ്ങളുടെ അടുത്തേക്ക് പോസിറ്റീവായിട്ടുള്ള വാല്യൂ വരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സുഖം തരുക തന്നെ ചെയ്യും. അത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആകർഷിക്കുന്നത് നമ്മുടെ വെറും സ്വപ്നം കൊണ്ട് മാത്രമല്ല, ഹാർഡ് വർക്ക് കൊണ്ടാണ്. ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം അഥവാ നമുക്ക് ധനത്തെ ആകർഷിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ തലമുറകളോളമായിട്ട് പാടത്ത് രാവിലെ മുതൽ രാത്രി വരെ പണിയെടുക്കുന്ന കർഷകന്മാരായിട്ടുള്ള ആളുകൾ,
അവരെന്നും കഷ്ടപ്പെടുന്നുണ്ട്, അല്പം മാത്രം കിട്ടുന്നു, അതിലും ഉണ്ടാക്കിക്കൊണ്ട് വലിയ ലെവലിൽ എത്തുന്നവരുമുണ്ട്, എന്നും കഷ്ടപ്പെടുന്നവരെ നമ്മൾ കാണാം. ചില എല്ലാ ഫീൽഡിലും രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ടിട്ട് അല്പം മാത്രം ഉണ്ടാക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എല്ലാ ഫീൽഡിലും തൻ്റെ പുതിയതായിട്ട് ഇന്നോവേഷൻസ് കൊണ്ടുവന്നുകൊണ്ട് ഐഡിയകളെ തൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തിച്ചേരുന്നവരെയും നമുക്ക് കാണാം. അപ്പോൾ ഹാർഡ് വർക്ക് മാത്രമാണ് ഇതിൻ്റെ ആധാരമെങ്കിൽ എന്നും എല്ലാവരും ഒരുപോലെ സമ്പന്നന്മാരായേനെ. അതും നമ്മൾ കാണാറുണ്ട്. എല്ലാ കഷ്ടപ്പാടും കഴിഞ്ഞിട്ടും ജീവിതത്തിൽ ആഹാരം കഴിക്കാനും നിത്യച്ചെലവിന് പോലും പൈസ ഇല്ലാത്ത ആളുകളെ നമ്മൾ കാണുന്നില്ലേ? എന്തുകൊണ്ടാണ്? അപ്പോൾ ഹാർഡ് വർക്ക് മാത്രമല്ല, ഹാർഡ് വർക്ക് പ്ലസ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് അത് നിർബന്ധമാണ്. ഈ റൈറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താർത്ഥം? മനോഭാവം, മനസ്സിൻ്റെ ചിന്തകൾ, ഒരേ പാറ്റേൺ ഓഫ് തോട്ട്സ്, ഒരേ രീതിയിലുള്ള ചിന്തകൾ നിരന്തരമായിട്ട് നമ്മളുള്ളിൽ ഒഴുകാൻ തുടങ്ങുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവോ നെഗറ്റീവോ മനോഭാവങ്ങളായിട്ടത് മാറുന്നത്. അതുകൊണ്ട് നിരന്തരമായി പോസിറ്റീവ് തോട്ട്സിനെ മനസ്സിലൂടെ പ്രവഹിപ്പിക്കുകയും മനോഭാവത്തെ പോസിറ്റീവ് ആക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് എനർജീനെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കലയാണ്, അല്ലാതെ ഒരിക്കലും അത് ലോഭമല്ല. ലോഭമാവും മറ്റൊരാളുടെ ധനം യാതൊരു അർഹതയുമില്ലാതെ എനിക്ക് പിടിച്ചെടുക്കണം, തട്ടിയെടുക്കണം, അല്ലെങ്കിൽ കൊള്ളയടിക്കണം എന്ന് വിചാരിച്ചാൽ അതിൻ്റെ പേര് ലോഭം എന്നാണ്. അഥവാ ഈ കാണുന്ന നേടുന്ന സ്വത്തൊക്കെ സദാകാലം എൻ്റെ ഉള്ളിൽ ഞാൻ പിടിച്ചടക്കണം എന്നൊരാൾ വിചാരിച്ചു വെക്കുന്നുണ്ടെങ്കിൽ, പിടിച്ചു വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് ലോഭം എന്നാണ്. അത് അധികകാലം നിങ്ങളടുത്ത് നിൽക്കില്ല. നിങ്ങളടുത്ത് നിൽക്കണോ? ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ ലൈവിൽ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഹൃദയചക്രം തുറന്നാൽ മാത്രമാണ് ധനം നമ്മളിലേക്ക് ആകർഷിച്ചു വരുള്ളൂ. ഹൃദയചക്രം തുറക്കുക എന്ന് വെച്ചാൽ എന്താർത്ഥം? ഹൃദയത്തിൽ മറ്റുള്ളവർക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ ഈ വിശ്വമംഗളത്തിന് വേണ്ടി എന്തെങ്കിലും പൈസ ഉപയോഗിക്കണം എന്ന് വിചാരിച്ചാൽ മാത്രമാണ് വലിയ പൈസേനെ മാനിഫെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം തന്നെ വരിക. അവനവൻ്റെ കാര്യത്തിന് വേണ്ടി ഒരുപാടൊന്നും ഒരാൾക്കും വേണ്ട. അപ്പം അതുകൊണ്ട് അത്തരത്തിൽ എല്ലാത്തിൻ്റെ ഉള്ളിലും ഹൈലി പോസിറ്റീവാണോ, വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരിക തന്നെ ചെയ്യും. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തെ ഇന്ന് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ യാത്ര തുടങ്ങണമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതായിരുന്നു നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്താണ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ്, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇന്ന് ക്ലാസ്സിനേക്കാൾ കൂടുതൽ നിങ്ങളെക്കൊണ്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യിക്കാൻ വേണ്ടിക്കൊണ്ട് ഞാൻ തയ്യാറായി നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് സിമ്പിളായിട്ടുള്ള വേല നിങ്ങളെക്കൊണ്ടൊരു എക്സസൈസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ കാര്യത്തെ മനസ്സിലാക്കിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എക്സസൈസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചു പോവും, സിസ്റ്ററുടെ മുന്നിലല്ലല്ലോ ഞങ്ങൾ ഇരിക്കുന്നത്, പിന്നെ എന്തു ചെയ്യുമെന്ന്. ഇന്നലെ വന്നതിൽ പല ആളുകളും എനിക്ക് കമൻസിൽ പറഞ്ഞിരുന്നു നാളെ ഞങ്ങൾ തീർച്ചയായിട്ടും വന്നിരിക്കുമെന്ന്. അപ്പോൾ ഇന്ന് വന്ന ആളുകളൊക്കെ തന്നെ അവരുടെ കയ്യിൽ പേപ്പറും പെന്നൊക്കെ ആയിട്ട് പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിലും ഉടനെ തന്നെ വേഗം ഒരു പേപ്പറും പെന്നൊക്കെ എടുത്ത് തയ്യാറാവണം. പിന്നെ നമ്മുടെ മനസ്സിൻ്റെ വാതിലിലൂടെയാണ് അധികവും നമ്മുടെ യാത്ര. അതുകൊണ്ട് അതും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിയാണ്. ഇനി ബോധ മനസ്സും ഉപബോധ മനസ്സും അത് പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ. നോക്കൂ, ഇന്നലെ നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ഈ പ്രപഞ്ചം അത് ഭഗവാന്റെ രചനയാണ്, അത് ഊർജ്ജമാണ്, ഊർജ്ജം കൊണ്ട് നിർമ്മിതമാണ്. ഇതിൻ്റെ ഉള്ളിലെ ഈ പ്രപഞ്ചം അഥവാ പഞ്ചതത്വ നിർമ്മിതമായിരിക്കുന്ന ഈ ഊർജ്ജത്തിൻ്റെ ഉള്ളിലെ ഒരു അവിനാശിയായിരിക്കുന്ന ഊർജ്ജമാകുന്ന ഞാൻ അഥവാ അവിനാശി തത്വമായിരിക്കുന്ന ആത്മ, അതിൻ്റെ ഉള്ളതായിരിക്കുന്ന ഒരു ഫാക്ടറാണ് എൻ്റെ മനസ്സെന്ന് പറയുന്നത്. മനസ്സിൻ്റെ രണ്ട് തലങ്ങളാണ് ബോധ മനസ്സും ഉപബോധ മനസ്സും എന്ന് പറയുന്നത്. ഈ ബോധ മനസ്സും ഉപബോധ മനസ്സും കൂടി ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ആസ് യു തിങ്ക് സോ യു ബിക്കം ആകുന്നു. ഇത് രണ്ടും തമ്മിൽ ബോധ മനസ്സൊരു കാര്യത്തെ കേൾക്കുമ്പോൾ ഉപബോധ മനസ്സ് അപ്പോൾ ചിന്തിക്ക് ഇത് രണ്ടും ഒന്ന് ക്ലാരിഫൈ ചെയ്യണ്ടേ. ഒരു ചെറിയൊരു എക്സസൈസ് നിങ്ങൾക്ക് പറയുകയാണ്. നിങ്ങൾ പൂന്തോട്ടം കാണാത്തവർ, ഗാർഡൻ കാണാത്തവർ ആരും ഉണ്ടായിരിക്കില്ലല്ലോ. നിങ്ങളുടെ മനസ്സിൽ ഒരു ഗാർഡൻ ഒന്ന് ഫീൽ ചെയ്ത് നോക്കിയേ, ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഗാർഡനിലൂടെ നടക്കുകയാണ്. ആ ഗാർഡനിൽ നിങ്ങളുടെ മനസ്സിലെ ഗാർഡൻ എന്താണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ്. പൂക്കളുടെ ഫ്രാഗ്രൻസ്, സുഗന്ധം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ചെറിയ തണുത്ത കാറ്റ് നിങ്ങളെ തലോടി ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ആ പൂക്കളുടെ സുഗന്ധമൊക്കെ അനുഭവിച്ചുകൊണ്ട് ഗാർഡനിലൂടെ നിങ്ങൾ നടക്കുന്നതായിട്ടൊന്ന് കണ്ടു നോക്കിയോ? ഒന്ന് കണ്ണുകളടച്ച് തലയൊക്കെ നിവർത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധേനെ പൂർണ്ണമായിട്ട് നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് നിങ്ങളിലേക്ക് തന്നെ ഉൾവലിഞ്ഞുകൊണ്ട്, സപ്പോസ് നിങ്ങൾ എന്തെങ്കിലും ശബ്ദങ്ങൾ പുറത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ പതിയെ അതൊന്നൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. ഇനി റൂമിൻ്റെ ഉള്ളിലെ ശബ്ദം കേൾക്കുന്നുണ്ടോ, ഫാനിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ, AC-യുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ, ക്ലോക്കിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ശരി, ഇതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പതിയെ വിഡ്രോ ചെയ്ത് വരികയാണ്. അങ്ങനെ നമ്മുടെ ഭ്രൂമധ്യത്തിൽ ഈ പൊട്ട്
തൊടുന്ന സ്ഥാനത്ത് ഒരു ചെറിയ സ്റ്റാർ പോലെ ഞാനിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒന്ന് കണ്ടു നോക്കി, ഒരു ബ്യൂട്ടിഫുൾ സ്റ്റാർ. ഇനി അതിൻ്റെ ഉള്ളിലേക്കൊന്ന് യാത്ര ചെയ്ത് അവിടെയാണ് ഈ മനോഹരമായിരിക്കുന്ന നമ്മുടെ മനസ്സിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലൊന്ന് നിങ്ങൾ യാത്ര ചെയ്ത് നോക്കി ആ ഒരു പൂന്തോട്ടത്തിലേക്ക്. ഇപ്പോൾ ഇത്ര സമയം കൊണ്ട് നിങ്ങളെല്ലാവരും ആ ഗാർഡൻ കണ്ടിട്ടുണ്ടായിരിക്കും എന്നെനിക്ക് ഉറപ്പാണ്. ഇനി ഗാർഡൻ കണ്ടിട്ടുള്ളത് ഇത് വേറൊരു കാര്യം കൂടി ഞാൻ ഓർത്തത്, ഈ സമയത്ത് പലപ്പോഴും ചിത്രരചന വരയ്ക്കുന്ന സമയത്ത് മത്സരം നടത്തുമ്പോൾ, അതേപോലെ തന്നെ കവിതാ മത്സരമൊക്കെ നടത്തുമ്പോൾ കുട്ടികൾക്കൊരു ടോപ്പിക് കൊടുക്കാറുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഓർക്കും, ഒരു കവിതാ മത്സരത്തിന് പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയതായിട്ടുള്ള ടോപ്പിക് എൻ്റെ ലോകം എന്നായിരുന്നു ടോപ്പിക്. ഈ എൻ്റെ ലോകം ഓരോരുത്തരും കണ്ടത് ഓരോ വിധത്തിലായിരുന്നു. ഓരോരുത്തരും അവനവൻ്റെ മനസ്സിൽ കണ്ട ലോകത്തിൻ്റെ ഉള്ളിൽ മനോഹരമായിട്ട് വർണ്ണിച്ചുകൊണ്ട് കവിത എഴുതി. അതിലേറ്റവും നന്നായി കണ്ട കുട്ടിക്ക് 1ാം സമ്മാനം കിട്ടുകയും ചെയ്തു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പൂന്തോട്ടം പറഞ്ഞപ്പോൾ നിങ്ങളും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഓരോരുത്തരും ഓരോ പൂക്കളെ കണ്ടിട്ടുണ്ടാവും. ഞാൻ പൂക്കളുടെ സുഗന്ധം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ ബോധ മനസ്സുകൊണ്ട് ബോധ മനസ്സ് ഈ ചെവിയുടെ സഹായത്തോടു കൂടി നിങ്ങൾ ഈ ശബ്ദം കേട്ടു, പൂന്തോട്ടം എന്ന ശബ്ദം കേട്ടു. ഇത് കഴിഞ്ഞ ശേഷം അതിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ, ആ ഗാർഡനിലൂടെ നടക്കുമ്പോൾ ഇന്ന പൂ വിരിഞ്ഞ് നിൽക്കണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇന്ന സുഗന്ധമാണ് നിങ്ങൾ കേൾക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന ദിശയിലാണ് കാറ്റ് ഒഴുകേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളിതെല്ലാം ചിത്രത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ അതുകൊണ്ട് ആ ഗാർഡനിൽ ചിലർ റോസാപ്പൂ കണ്ടിട്ടുണ്ടായിരിക്കും, ചിലർ മുല്ലപ്പൂവിൻ്റെ സുഗന്ധമായിരിക്കും, ചിലർ ചെമ്പകപ്പൂവിൻ്റെ സുഗന്ധമായിരിക്കും. ഏതൊക്കെയോ പൂക്കളുടെ സുഗന്ധം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഓരോരോ സുഗന്ധങ്ങളെ ആസ്വദിച്ചിട്ടുണ്ടായിരിക്കാം. ആ നടക്കുന്ന സമയത്ത് അവരുടെ മേല് പൂക്കളെ സ്പർശിച്ചിട്ടുണ്ടോ, അതോ അതിന് ദൂരെ ഇടയിലെ പാത്തിലൂടെ നടക്കുകയാണോ, ഓരോരുത്തരും ഓരോ രീതിയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൽ ഈ പൂന്തോട്ടം അഥവാ ഗാർഡൻ കാണണം എന്ന ശബ്ദം നിങ്ങൾ സ്വീകരിച്ചത് നിങ്ങളുടെ ബോധ മനസ്സിലൂടെയാണ്. അതായത് ചെവി എന്നതായിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഈ ഇരിക്കുന്നതായിരിക്കുന്ന ആ ഒരു ചൈതന്യമായിരിക്കുന്ന എനർജി, അതിനുള്ള മനസ്സിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഈ ശബ്ദത്തെ നിങ്ങൾ സ്വീകരിച്ചു. ഇത് ബോധ മനസ്സിൻ്റെ ആക്ടിവിറ്റി. അത് കഴിഞ്ഞ ശേഷം എന്തുകൊണ്ട് ഈ ഭാഗം എല്ലാവർക്കും ഒരുപോലെയല്ലേ നമ്മൾ തന്നത്? 2ാമത്തെ ഭാഗം എല്ലാവർക്കും എന്തുകൊണ്ട് ഡിഫറൻ്റ് ആകുന്നു? കാരണം എല്ലാവരുടെയും ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ റെക്കോർഡ് ചെയ്ത് വെച്ചതായിരിക്കുന്ന ഫയൽ, നിങ്ങൾ ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന സുഗന്ധം, നിങ്ങൾ ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന കളർ, നിങ്ങളുടെ മനസ്സിലായിട്ടുള്ള ചിത്രങ്ങൾ, ഇതെല്ലാം തന്നെ ഉപബോധ മനസ്സിനുള്ളിൽ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ഡിഫറൻ്റ് ആയിരിക്കുന്ന ഒരു ഗാർഡനിലൂടെ ഈ സമയത്ത് നിങ്ങൾ ഓരോരുത്തരും യാത്ര ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. ഈ ശബ്ദം, എൻ്റെ ശബ്ദത്തെ കേട്ടതും സ്വീകരിച്ചതും, ഈ പൂന്തോട്ടം എന്ന വാക്ക് കേട്ടതും നിങ്ങളുടെ ബോധ മനസ്സും. അതിനു വേണ്ടിക്കൊണ്ട് ഈ സുഗന്ധവും ചിത്രവും നിറവും എല്ലാം കൊടുത്തുകൊണ്ട് ഗാർഡന് ഉണ്ടാക്കി അനുഭൂതി തന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സുമാണ്. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം എല്ലാ മനുഷ്യന്മാർക്കും ഈശ്വരൻ തൻ്റെ രചനയുടെ മോസ്റ്റ് പ്രഷ്യസ് ആയിരിക്കുന്ന ഗിഫ്റ്റ് ആയിക്കൊണ്ട് നമുക്ക് മനസ്സിനെ തന്നു, ഉപബോധ മനസ്സുകളെ തന്നു. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു നല്ല ശുദ്ധമായ ജലം എടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ വെള്ളത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മാലിന്യങ്ങളെ കലർത്തി കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ക്വാളിറ്റി കുറയും. ആ ക്വാളിറ്റി കുറഞ്ഞത് ആ വെള്ളം എടുത്ത പാത്രത്തിൻ്റെ കുറ്റമല്ല, അതല്ലെങ്കിൽ നിങ്ങൾ എടുത്ത വെള്ളത്തിൻ്റെ കുറ്റമല്ല, അതിൽ നമ്മൾ അഴുക്ക് കലർന്നു പോയതുകൊണ്ടാണ് അത് മോശമായി പോകുന്നത്. അതുപോലെയാണ് നമുക്കെല്ലാവർക്കും ഭഗവാൻ ഒരുപോലെ ഉപബോധ മനസ്സുകൾ എന്ന സമ്മാനം തന്നു. പക്ഷേ ഈ ജീവിതയാത്രയിൽ നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും ഇഷ്ടപ്പെട്ടും അറിഞ്ഞും അറിയാതെയും അനുഭവിച്ചുമായതായിരിക്കുന്ന അനുഭൂതികളുടെ എല്ലാം റെക്കോർഡിങ്സ് കലർന്ന് ഉപബോധ മനസ്സിനുള്ളിൽ പല രീതിയിലുള്ളതായിരിക്കുന്ന ക്വാളിറ്റി ആയിട്ട് മാറി. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നിറഞ്ഞു കിടക്കുന്ന, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഉപ്പുവെള്ളം, സാച്ചുറേറ്റഡ് വാട്ടർ നമ്മൾ പറയുമല്ലോ, കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പെടുത്തിട്ടാൽ ഉപ്പ് കലങ്ങുന്ന ഒരവസ്ഥ കഴിഞ്ഞിട്ട് പിന്നെയും അതിലേക്ക് നമ്മൾ ഉപ്പിടുകയാണ് എങ്കിൽ ആ ഉപ്പ് അലിയില്ല, അതിലങ്ങനെ കിടക്കുകയുള്ളൂ. അതേപോലെ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ അനുഭൂതികളുടെയും അറിവുകളുടെയും സ്മൃതികളുടെയും ഒക്കെ തന്നെ സാച്ചുറേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോധ മനസ്സും ഉപബോധ മനസ്സും ഒന്നിച്ച് പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ടാണ് പലർക്കും നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ മാനിഫെസ്റ്റേഷന് വേണ്ടി വിഷ്വലൈസേഷൻ കാണാൻ പറയുമ്പോൾ എനിക്ക് കാണാനേ സാധിക്കുന്നില്ല എന്ന് പറയും. കാരണം നമ്മൾ എന്ത് കാര്യമാണോ ബോധ മനസ്സിലൂടെ ഇൻഫോർമേഷൻ കൊടുക്കുന്നത് അതിന് ഉപബോധ മനസ്സിന് സ്വീകരിക്കാൻ സാധിക്കാതിരിക്കുക.
നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ചെറിയ മക്കൾക്കാണെങ്കിൽ അറിയാം, പഠിക്കാനിരിക്കേണ്ടതാണ്. മാത്സും സയൻസും അല്ലെങ്കിൽ അവരുടെ സിലബസ് സ്റ്റഡിയാണ് അത്യാവശ്യം അവർക്കറിയാം. പക്ഷെ അറിയാതെ അവരുടെ മൊബൈൽ എടുത്തുകൊണ്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് അവരുടെ സമയം സ്പെൻഡ് ചെയ്യുന്നു. അതിലവർക്ക് എൻജോയ്മെൻറ്റ് കിട്ടുന്നു. എല്ലാവർക്കും അറിയാം രാവിലെ നേരത്തെ എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലതെന്ന്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പോലും 5 മിനിറ്റ് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ പുതച്ചു മൂടി കിടന്നുകൊണ്ട് വൈകി എഴുന്നേൽക്കുന്ന ശീലം പലർക്കും അവരുടെ സ്വന്തമായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ട് അറിഞ്ഞിട്ടും മാറ്റാൻ പറ്റുന്നില്ല? നേരത്തെ ഉറങ്ങണം എന്നാണ് നമുക്ക് നല്ലതെന്ന് അറിയാം. എന്നാലും നമ്മളൊക്കെ തന്നെ ലേറ്റ് നൈറ്റ് കിടന്നാലും പോലും ഉറക്കം വരാതെ അങ്ങ് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് മറിഞ്ഞ് കിടന്ന് 12 മണിയാക്കണം. അതിനേക്കാൾ നല്ലത് അതുവരെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ. അറിയുന്ന അറിവുകൾ ബോധ മനസ്സിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുമ്പോഴും ഉപബോധ മനസ്സിലേക്ക് അതിനെ നമുക്ക് കൊടുത്തേക്കാനും പറ്റുന്നില്ല. അതിൽ നിന്നൊരു പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാനും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാമിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ റീവയറിങ് നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കണം, ഈ റീവയറിങ് നടക്കണമെന്നുണ്ടെങ്കിൽ ബോധ മനസ്സിനും ഉപബോധ മനസ്സിൻ്റെയും ഇടയിൽ എൻ്റെ ബോധ മനസ്സിൽ അറിഞ്ഞു വെച്ച അറിവുകളെ, എനിക്ക് വേണം എന്ന് ഞാൻ നിശ്ചയിക്കുന്ന കാര്യങ്ങളെ ഉപബോധ മനസ്സിനുള്ളിലേക്ക് കടത്തിവിടാൻ നോക്കുമ്പോൾ ഇൻ ബിറ്റ്വീനിൽ എന്താണ് ആക്ട് ചെയ്യുന്നത്, ആ കാര്യത്തെ കൂടെ നമുക്കറിയണം. ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെ, ജ്ഞാനേന്ദ്രിയങ്ങളുടെ സഹായത്തോടെ, നമ്മുടെ ടെക്നോളജിക്കലായിട്ട് മൈൻഡിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഇടയിൽ ഒരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ഡിലീറ്റ് ഉണ്ട്, ഡിസ്റ്റോർട്ട് ഉണ്ട്, ജനറലൈസ് ഉണ്ട്. 3 കാര്യങ്ങളിലൂടെ കടത്തി വിട്ടിട്ടാണ് നമ്മൾ കേൾക്കുന്ന കാണുന്ന കാര്യങ്ങളെയൊക്കെ. അതിനെ നമുക്ക് വേറൊരു ഭാഷയിൽ പറയാം വിഷ്വൽ. എനിക്കൊരാളെ കാണുമ്പോൾ അയാളുടെ മുഖം ഇതെവിടെയോ നല്ല കണ്ടുപരിചയമുണ്ടല്ലോ, ഒന്നുകൂടെ നമ്മൾ നോക്കുന്നു, കാണുന്നു, ആ ഇത് ആ ആളല്ലേ എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതായത് എൻ്റെ വിഷ്വൽ കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് ആ സമയത്ത് ഒരാളുടെ മുഖം ഞാൻ തിരിച്ചറിയുന്നത്. ഒരു ഭാഷയാണ് പഠിക്കുന്നതെന്ന് വിചാരിച്ചോളൂ, നമ്മുടെ കേൾവിയാണ് ഉപയോഗിക്കുക. ഭാഷ എഴുതി വായിച്ചത് കൊണ്ട് മാത്രം നമുക്ക് നടക്കില്ലല്ലോ. ഒപ്പം നമ്മൾ എങ്ങനെ ആ ഭാഷ പ്രൊനൗൺസ് ചെയ്യണം, എങ്ങനെ ഓരോ ശബ്ദവും നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കണം. അതായത് ഭാഷയെ സ്വന്താക്കാൻ വേണ്ടി കേൾവിന് ഓഡിയോ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കണം. അതേസമയം ഒരു കാര്യം കാണുമ്പോൾ അത് തണുപ്പാണോ അതോ ചൂടാണോ, അത്തരം അനുഭവം നമുക്ക് വരണമെങ്കിൽ നമുക്ക് ടച്ചിങ് വേണം. അതിനെ കൈനതെറ്റിക് എന്ന് പറയും. ഈ 3 രീതിയിലതായിരിക്കുന്ന ഇൻഫർമേഷൻ. ബാക്കി നമുക്ക് സ്മെല്ലും നമ്മളെ സഹായിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഈ 3 മുഖ്യമായി നമ്മുടെ ജീവിതത്തിൽ ഫാക്ടേഴ്സായി വരുന്ന കാര്യങ്ങൾ. ഇതിൻ്റെ ആധാരത്തിലൂടെ വരുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈ 3 ഫിൽറ്ററിലൂടെ കടത്തിവിട്ട ശേഷം മാത്രമാണ് നമ്മുടെ സ്റ്റോറേജിലേക്ക് പോകുള്ളൂ. അതിലൊന്ന് ഉദാഹരണമായിട്ട് നോക്കിയാൽ ചില കാര്യങ്ങൾ ആവശ്യമുള്ള പലതും ഡിലീറ്റായിട്ട് പോവാറുണ്ട്. നമ്മൾ ഉദാഹരണത്തിന് രാത്രി പഠിച്ചൊക്കെ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ കാര്യം ഇന്നലെ പഠിച്ചത് എനിക്ക് ഓർമ്മയിൽ ഡിലീറ്റായിപ്പോയി, വേണ്ടത് ഡിലീറ്റായിപ്പോയി. ചില കാര്യങ്ങൾ ഞാൻ ഇന്ന സ്ഥലത്ത് എടുത്ത് വെക്കുന്നുണ്ട്, ഇതൊരിക്കലും മറക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടൊക്കെ വെക്കും. പലപ്പോഴും ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഓർമ്മ വരും, ആ കാര്യം എന്താണെന്ന് ഓർമ്മയുണ്ടാവില്ല, അല്ലെങ്കിൽ എവിടെ വെച്ചെന്ന് ഓർമ്മയുണ്ടാവില്ല, ഡിലീറ്റായിപ്പോയി. പിന്നെ മറ്റൊന്ന് ഡിസ്റ്റോർട്ട് എന്ന് വെച്ചാൽ അർത്ഥം അതിനെ മോശമാക്കുക. ഉദാഹരണം പറഞ്ഞാൽ ചൂടാവാം, തണുപ്പാവാം, മഴയാവാം, ക്ലൈമറ്റിൽ പലതായിരിക്കാം, ജീവിത സാഹചര്യങ്ങൾ പലതും ആയിരിക്കാം. എല്ലാ സാഹചര്യത്തിനും നമ്മളൊരു നല്ല അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ ഇതിനുള്ളിലും ഒരു നന്മയുണ്ട് എന്ന് കാണാൻ സാധിക്കുകയാണെങ്കിൽ അത് നമുക്ക് പോസിറ്റീവ് ആവും. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ നല്ല ചൂട് കുറച്ചു കാലം മുന്നേ, ഇപ്പോൾ ചൂട് നമ്മുടെ കഴിഞ്ഞ മാർച്ച്, ഏപ്രിൽ, മെയ് കാലഘട്ടങ്ങളിൽ ചൂട് കൊണ്ട് നമുക്ക് താങ്ങാൻ പറ്റാതെ ഒരു നിമിഷം പോലും നമുക്ക് ഫാനില്ലാണ്ട് നിൽക്കാൻ പറ്റില്ല. ഫാനിൻ്റെ അടുത്ത് നിന്ന് മാറുമ്പോഴേക്കും നമ്മൾ വിയർപ്പ് തുള്ളികൾ വീഴും. എന്താ ചൂട്, കത്തുന്ന ചൂട്. അങ്ങനെ ചൂടിനെ പഴിച്ചുകൊണ്ടിരുന്നൊരു സമയമാണ്. പക്ഷേ നമുക്ക് ചൂട് നമ്മൾ പഴിച്ചപ്പോഴും ഐസ്ക്രീം വിൽപ്പനക്കാർ, അതുപോലെ തന്നെ കരിമ്പ് ജ്യൂസ് വിൽപ്പനക്കാർ, ഇങ്ങനെയുള്ള ജ്യൂസിൻ്റെ ഷോപ്സിൻ്റെ ആൾക്കാരൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല സീസൺ അതായിരുന്നില്ലേ. അപ്പം നമുക്ക് മോശമാണെങ്കിൽ അവർക്ക് നല്ലതല്ലേ. മഴക്കാലത്ത് തണുപ്പും നനവും നമുക്ക് പ്രശ്നമായിട്ട് മാറുമ്പോൾ ചായക്കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് നല്ല കാലഘട്ടം തന്നെയല്ലേ. അപ്പോൾ ഒരു സീസൺ ഒരു കൂട്ടർക്ക് നല്ലതാണെങ്കിൽ വേറൊരു കൂട്ടർക്ക് മോശമാവാം. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനെയും മോശമായി കാണാതെ അതാത് സീസണിൽ സിറ്റുവേഷൻ ആവട്ടെ, ജീവിത സാഹചര്യം ആവട്ടെ, അതല്ലെങ്കിൽ ക്ലൈമറ്റിൻ്റെ കാര്യങ്ങളാവട്ടെ, എല്ലാതും ഇങ്ങനെ ഈ രീതിയിൽ നമ്മുടെ മനസ്സുകൊണ്ട് എല്ലാത്തിനെയും പഴിച്ചു കാണുന്നവരുണ്ട്, എല്ലാത്തിനെയും നന്നാക്കി കാണാൻ പറ്റുന്നവരുണ്ട്. നന്നാക്കി കാണാൻ പറ്റണം, അതിലേക്ക് നമുക്ക് എത്തണം. നോർമലി എല്ലാ മനസ്സുകളും സംഭവിക്കുക എന്താണ്, നെഗറ്റീവ്. ഇതാണ് ഡിസ്റ്റോർട്ട് എന്ന് പറയുന്നത്, മോശമാക്കി കാണല്ലേ. പിന്നൊന്ന് ജനറലൈസ്. പ്രത്യേകിച്ചും മണി അട്രാക്ഷൻ്റെ ഫാക്ടർ വരുന്ന സമയത്ത് ഒരു 90% ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിലും ഒരുപാട് പൈസ വന്നു കഴിഞ്ഞാൽ, അയ്യോ പൈസ വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ ടാക്സ് അടയ്ക്കേണ്ടി വന്നാൽ
പിന്നെ ഗവൺമെൻറ് ഫുൾ ടൈം നമ്മുടെ പിന്നാലെ ആവും. അതുകൊണ്ട് വലിയ പൈസ വരിക എന്ന് വെച്ചാൽ അതിനെ മാനേജ് ചെയ്യാനും കഷ്ടമാണ് ചിലരുടെ കമൻ്റാണ്. അതിനല്ലേ സി എക്കാരുള്ളത്, അതിനല്ലേ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ഉള്ളത്. അവരെ സപ്പോർട്ട് എടുത്ത് നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോവാം. പക്ഷേ അത് നമ്മുടെ മനസ്സ് ചിന്തിക്കില്ല, ഇതും പ്രശ്നമാണ്. ചിലർ പറയും, നോക്ക് അവരുടെ വീട്ടിൽ നല്ല സാധാരണക്കാരായി ജീവിച്ചിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, അച്ഛനും അമ്മയും മക്കളൊക്കെ സന്തോഷത്തോടെ ജീവിച്ചതാണ്. കൂടുതൽ പൈസ വന്നപ്പോൾ പൈസയും കൊണ്ട് മക്കൾക്ക് കളിക്കാൻ കൊടുത്തിട്ട് അവരുടെ മോൻ അങ്ങനെ തെറ്റുപോയി ചെയ്തു, ഇങ്ങനെ തെറ്റുപോയി ചെയ്തു. അയ്യോ ഭഗവാനെ, മക്കൾ മോശമാവുന്ന രീതിയിൽ ഇത്രയും പൈസ ആർക്കും വരാതിരിക്കട്ടെ ചിലരുടെ കമൻസ്. ഇങ്ങനെ ചില പൈസ ഉള്ള ആൾക്കാരെ കാണുമ്പോൾ വേറെ ചിലരുടെ കമൻറ്റ്, അതെ അങ്ങനെയൊന്നും ആർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, എന്തെങ്കിലും കള്ളത്തരോ തട്ടിപ്പോ വെട്ടിപ്പോ ഒക്കെ നടത്തി ഉണ്ടാക്കിയിട്ടുണ്ടാവുമായിരിക്കും, അല്ലാണ്ട് ഇത്ര പെട്ടെന്ന് എവിടുന്ന പൈസ വരാനും. ഇങ്ങനെയുള്ളതായിരിക്കുന്ന പല രീതിയിലുള്ളതായിരിക്കുന്ന കമൻറ്റ്, ജനറലൈസേഷൻ. ഇത് 99% ആളുകൾക്കും ധനം അനിവാര്യമാണെങ്കിൽ പോലും ഇത്തരം ധാരണകൾ ധനത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിനുള്ളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ 3 ഫിൽറ്ററിലൂടെയാണ് എല്ലാ കാര്യവും കടന്നു പോകുള്ളൂ. ഈ 3 ഫിൽറ്ററിലൂടെ കടന്നു പോയ ശേഷം നിങ്ങൾ സ്വീകരിച്ചതായിരിക്കുന്ന ഫാക്ടേഴ്സിനെ ന്യൂറൽ ഇവൻസ് എന്ന് പറയാം. അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ റെക്കോർഡായിട്ട്, ബ്രെയിൻ മെമ്മറിയിലേക്ക് അത് റെക്കോർഡായിട്ട് വരും. ഇതിനെയാണ് നമ്മൾ നേരത്തെ വേറൊരു വാക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂറോൺ നെറ്റ്വർക്ക് അഥവാ ന്യൂറോൺ പാത്ത് വേ എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെ പല രീതിയിൽ പല തലങ്ങളിൽ നിന്ന് പല സന്ദർഭങ്ങളിലായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നതായിരിക്കുന്ന ഈ ഒരു മെമ്മറി, വേറൊരു ഭാഷയിൽ നമ്മൾ സാധാരണ ഭാഷയിൽ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഓർമ്മകളുടെ ഫയൽ എന്ന് പറയാം, സ്മൃതി എന്ന് പറയാം. ഞാൻ പരമാത്മ മഹാവാക്യത്തിന് എപ്പോഴും ഓർമ്മിക്കാറുണ്ട്. ഭഗവാന്റെ ഭാഷയിൽ പറയാറുണ്ട്, എങ്ങനെയാണോ നിങ്ങളുടെ സ്മൃതി അതുപോലെയാണ് നിങ്ങളുടെ സ്ഥിതി എന്ന്. ഇതിനെ മാനേജ്മെൻറ്റ് ഭാഷയിൽ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നു മാത്രം. ഇങ്ങനെ റെക്കോർഡായി പോകുന്നതായിരിക്കുന്ന കാര്യങ്ങൾ അത് നിരന്തരമായിട്ട് ആ ലെവലിലേക്ക് ഒഴുക്കുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വെള്ളം ഒരു സ്ഥലത്ത് നിന്ന് ഒഴുക്കി വിടുക എന്ന് വിചാരിക്കും. സാധാരണ എല്ലാം ഫ്ലാറ്റ് ആണെങ്കിലും അതിലേതെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് കുറച്ചൊരു ചാല് പോലെ ഉണ്ടെങ്കിലും അതിലൂടെയല്ലേ ഒഴുകാനായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ 1-2 കാര്യങ്ങൾ നെഗറ്റീവ്ലി ന്യൂറോൺ പാത്ത് വേസ് റെക്കോർഡായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നതായിരിക്കുന്ന ആറ്റിറ്റ്യൂഡ്, മനോഭാവം അത് നെഗറ്റീവായിട്ട് വരും. നെഗറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്നുള്ളതായിരിക്കുന്ന ഈ സെൽസിൻ്റെ കമ്മ്യൂണിക്കേഷൻ അത് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ന്യൂറോൺ പാത്ത് വേ ക്രിയേറ്റ് ചെയ്യും. അതിലൂടെ നമ്മുടെ ഫുൾ ബോഡിയിൽ എല്ലാ സിസ്റ്റത്തിനെയും അത് ബാധിക്കാൻ തുടങ്ങും. അങ്ങനെ നെഗറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കിഡ്നിയുടെ വശത്തുള്ളതായിരിക്കുന്ന അഡ്രിനാലിന് അത് ബാധിക്കുകയും അതിൽ കോർട്ടിസോൾ എന്ന സാധനം ഉണ്ടാവുകയും നമ്മുടെ ശരീരത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇത് വ്യാപിക്കുകയും അധികം വൈകാതെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ സന്തോഷത്തിന്, ഉന്മേഷത്തിന് അല്ലെങ്കിൽ ഉണർവിന്, കാര്യങ്ങൾ ചെയ്യാനുള്ളതായിട്ടുള്ള മോട്ടിവേഷൻ, ഇതിനൊക്കെ സഹായിക്കുന്ന കുറേ ഹോർമോൺസ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ മുന്നേ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഡോപ്പമിൻ എന്ന് പറയും. പിന്നെ നമ്മൾ സോഷ്യൽ സർവീസ് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാവുന്ന സെറോട്ടോൺ, ഓക്സിറ്റോൺ, അതുപോലെ തന്നെ എൻഡോർഫിൻ, ഇങ്ങനെ മെലാറ്റണിൻ ഇങ്ങനെയുള്ളതായിരിക്കുന്ന കുറേ ഹോർമോൺസ് ഉണ്ട്. ഇതൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബേണായി പോകും. കോർട്ടിസോളിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതിനൊക്കെ തന്നെ അത് കത്തിച്ച് കളയും. ഇതിനെ കത്തിച്ച് കളയുന്നതിൻ്റെ റിസൾട്ട് എന്താ സംഭവിക്കുക? ഒന്നുകിൽ ഹൈ ഷുഗർ, ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ സ്പോണ്ടിലിസിസ്, പിന്നെ കൊളസ്ട്രോള്, ഇങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾ, മൈഗ്രെയിൻ, പല രീതിയിലുള്ളതായിട്ടുള്ള രോഗങ്ങൾ. അതായത് നിങ്ങളുടെ ശരീരത്തിൽ ഏത് സിസ്റ്റമാണോ വീക്കായിരിക്കുന്നത് അതിന് റിലേറ്റഡ് ആയിരിക്കുന്ന ആസ്തമ, ഒത്തിരി രോഗങ്ങളുണ്ടാവും, പലർക്കും പല രീതിയിൽ ഇങ്ങനെയുള്ള രോഗങ്ങളിലേക്ക് മാറും. അപ്പം ആലോചിച്ച് നോക്കിയൊക്കെ ഇതിൻ്റെ ആ ഒരു സ്റ്റോറേജ് നടക്കുന്നത് നെഗറ്റീവ് വേയിൽ പോകുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നല്ല ആരോഗ്യമുള്ള, പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, രാവിലെ എഴുന്നേൽക്കാൻ നേരത്ത് നമുക്ക് ആർത്രൈറ്റിസ് വന്നു, ഇതിൻ്റെ പാർട്ടാണ്. ഓരോ ജംഗ്ഷനിൽ വേദനയാണ്, നടക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, ചെയ്യാൻ ആഗ്രഹമുണ്ട്, ശരീരം എത്തുന്നില്ല, ജീവിതത്തിൽ യാത്ര ദുസ്സഹമായി തോന്നുന്ന രീതിയിലേക്ക് ഇത് കൊണ്ടുപോയി കളയും. അതുകൊണ്ട് ഇവിടെ നമുക്കൊരു ബ്രേക്കിംഗ് അത്യാവശ്യമാണ്. ഇതിനാണ് ഈ റീവയറിങ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങളുടെ അടുത്ത്. ഈ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ, റീവയറിങ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ആരാ ഇതൊക്കെ ചെയ്യേണ്ടത്? മറ്റാര് ചെയ്താലും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മകൻ ചെയ്തു തന്നാലും, മകൾ ചെയ്തു തന്നാലും, നിങ്ങളുടെ ഹസ്ബൻഡ് ചെയ്തു തന്നാലും, വൈഫ് ചെയ്തു തന്നാലും, ആര് ചെയ്തു തന്നാലും നിങ്ങളുടെ ജീവിതത്തിനുള്ളിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. ഇത് ഓരോ പേഴ്സണും അവനവന് വേണ്ടി സ്വയം ചെയ്താൽ മാത്രം.
ബേണിംഗ് ഡിസയർ, എനിക്ക് കത്തുന്ന ദാഹമുണ്ട്, എനിക്ക് എൻ്റെ ലൈഫിൽ ഈ ഒരു ചേഞ്ച് കൊണ്ടുവരണം. അത് ഹെൽത്തിലാവട്ടെ, വെൽത്തിലാവട്ടെ, സംസ്കാരത്തിലാവട്ടെ, സ്വഭാവത്തിലാവട്ടെ, എന്തിലും എനിക്കൊരു മാറ്റം കൊണ്ടുവന്നേ തീരൂ എന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ദൃഢനിശ്ചയമുണ്ടോ എങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി സമയം കണ്ടെത്തിയിരിക്കും. സമയം കണ്ടെത്തണം. പിന്നെ പലരും ചോദിക്കാറുണ്ട്, ഇത് 2 ദിവസമാണോ 3 ദിവസമാണോ 21 ദിവസമാണോ എത്ര ദിവസമാണ് ചെയ്യേണ്ടത് എന്ന്. അതിനുള്ള ഉത്തരവും ഞാൻ ചെയ്യാൻ കാര്യങ്ങൾ പറയും മുന്നേ തന്നെ ആദ്യമേ പറയുകയാണ്, ഇതൊരു ലൈഫ് സ്റ്റൈലാക്കണം. നമുക്ക് ആഹാരം കഴിക്കുന്നത്, നിങ്ങൾ എത്ര ദിവസം ഞാൻ ആഹാരം കഴിക്കണമെന്ന് ചോദിക്കാറില്ലല്ലോ. ഇൻട്രസ്റ്റ് ഉള്ള ഫുഡ് പല സമയത്ത് പല രീതികളിൽ നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്നു. അതുപോലെ ഇത് പോസിറ്റിവിറ്റി ജീവിതത്തിൽ ആനന്ദമാക്കി മാറ്റണോ, ജീവിതത്തിൽ എന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ ഇഷ്ടപ്പെട്ട പോലൊരു ലൈഫ്, ഇഷ്ടപ്പെട്ട ജീവിതവും ഇഷ്ടപ്പെടാത്ത ജീവിതവും ഉണ്ടല്ലോ. ഇഷ്ടപ്പെടാത്ത ജീവിതം തള്ളി മാറ്റുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കുറച്ച് നല്ല കാര്യങ്ങൾ റെഗുലർ ബേസിസിൽ ചെയ്തുകൊണ്ട് ജീവിതത്തെ സദാ സന്തോഷമായിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് എൻ്റെ ലൈഫ് എങ്ങനെ വേണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങളിവിടെ ചിന്തിച്ചേ പറ്റൂ. അപ്പോൾ അഥവാ ബ്രേക്ക് ചെയ്യണമെങ്കിൽ എവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യണം? ഞാൻ തിരിച്ചങ്ങോട്ട് യാത്ര ചെയ്യാണ്. ന്യൂറൽ ഇവൻസിൽ നമ്മൾ ബ്രേക്കിംഗ് കൊണ്ടുവന്നേ പറ്റൂ. എൻ്റെ ഉള്ളിൽ റെക്കോർഡായി പോയ കാര്യങ്ങൾ എനിക്ക് മാറ്റം വരുത്തണം. എങ്ങനെയാണ് ആ പാത്ത് ഉണ്ടായത്? ഒരു കാര്യം പലതവണ ഫീലിങ്സിലൂടെ കടന്നുപോയി അതൊരു ന്യൂറോൺ പാത്വേ ഉണ്ടായി. അതിലൂടെ ആ കാര്യങ്ങൾ പ്രവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. റിപ്പീറ്റ് ചെയ്ത് ഒരേ കാര്യം പ്രവഹിച്ചത് കൊണ്ടാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ അതിനൊരു ന്യൂറോൺ പാത്വേ ഉണ്ടായത്. അപ്പോൾ തിരിച്ച് നമുക്കൊരു പോസിറ്റീവ് പാത്വേ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ന്യൂറോൺ പാത്വേ ഉണ്ടാക്കത്തക്ക രീതിയിൽ അത് നമ്മൾ അഫർമേഷൻ, വിഷ്വലൈസേഷൻ എല്ലാം ചെയ്യണം. അഫർമേഷനെ കുറിച്ച് നന്നായി തന്നെ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നു ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി അതിനെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജസിന് സെൻഡ് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡാണ് നമ്മൾ എഴുതുക എന്നുള്ളത്. ഇതും ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുട്ടിക്കാലത്തൊക്കെ നമ്മളെടുത്ത് എഴുതി പഠിക്കൂ മക്കളെ, പഠിച്ചിട്ട് ഓർമ്മ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എഴുതി പഠിക്കൂ എന്നൊക്കെ നമ്മുടെ കാരണന്മാർ പറഞ്ഞത്. ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ് ഈ പോയിന്റിനെ ഇന്നൊരിക്കൽ കൂടി. അതുകൊണ്ട് എഴുതണം, ആദ്യം സമയമെടുത്ത് എഴുതണം. എഴുതാൻ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ എഴുതുക? എനിക്ക് നല്ലൊരു വീട് വേണം, അതുകൊണ്ട് എനിക്ക് നല്ലൊരു വീട് വേണം. ഞാൻ എഴുതി കഴിഞ്ഞു? അല്ല കേട്ടോ, അങ്ങനെയല്ല ചെയ്യേണ്ടത്. എങ്ങനെയുള്ള വീട് വേണം, എത്ര മുറി വേണം, ഓരോ മുറിയിൽ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ സജ്ജീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എങ്ങനെയായിരിക്കണം വീടിൻ്റെ ഫ്രണ്ട് ലുക്ക്, എങ്ങനെയായിരിക്കണം, എത്ര സെൻറ്റ് ഭൂമിയിലാണ് വീട് ആഗ്രഹിക്കുന്നത്, അവിടെ ഗാർഡൻ വേണോ, നിങ്ങളുടെ കിച്ചൺ എങ്ങനെയുണ്ടായിരിക്കണം, കിച്ചണിൽ എന്തൊക്കെ സെറ്റ് ചെയ്യണം, ഡൈനിങ് ഹാൾ എങ്ങനെ വേണം, ബെഡ്റൂം എങ്ങനെ വേണം, ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഈ രീതിയിൽ ഇതൊക്കെ എഴുതണം. ഇതൊക്കെ എഴുതണോ? ഇതൊക്കെ മനസ്സിൽ കണ്ടാൽ പോരെ? ഒരു വീട് വേണം എന്ന് മാത്രം എഴുതിയാൽ പോരെ? പലരും എന്നോട് ചോദിക്കാറുള്ള ചോദ്യമാണ്, വീട് വേണമെന്ന് മാത്രം എഴുതിയാൽ മതി, വരുന്ന കാലത്ത് വന്നാലും മതി. ഓക്കെ, നിങ്ങൾക്ക് വേണോ എന്ന ഒരു കാര്യം ചെയ്യുക, സമയമെടുത്ത് ഡീറ്റെയിലായി തന്നെ എഴുതണം. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ വരുന്നില്ല എന്ന് വിചാരിക്കൂ, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു വീട്, നമ്മളിപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കാറിൽ യാത്ര ചെയ്യുമ്പോഴോ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ഹായ് ഈ വീട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ കമൻറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ള നിങ്ങൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെയോ ഏതെങ്കിലും ഒരു വീട് പോയിട്ട് നന്നായിട്ട് കാണുമ്പോൾ എങ്ങനെ കാണണം? ഓരോന്നും അവരെങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്, ഈവൻ അതിൻ്റെ കളർ പെയിൻറ്റിങ് അടക്കം കണ്ടു നോക്കൂ നിങ്ങൾ. എന്നിട്ട് പോയിട്ട് 2 or 3 പ്രാവശ്യം എന്തെങ്കിലും കാരണം ഉണ്ടാക്കി പോവാലോ, ഞാൻ ഇതിലേ പോയപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ, നിങ്ങളുടെ വീട് സൂപ്പർ സെറ്റിങ് കേട്ടോ, എന്ത് നന്നായിട്ടാണ് വെച്ചിരിക്കുന്നത്, ഈ ഫർണിച്ചറൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ്. അത് പറയുമ്പോഴേ പലർക്കും വിചാരം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞ മോശക്കാരിയാവുമെന്നാണ്. എൻ്റെ അനുഭവം ഞാൻ പറയട്ടെ. ഞാൻ എവിടെ പോകുന്ന സമയത്തും ഭംഗിയായി സെറ്റാക്കി വെച്ച ഒരു വീട് കണ്ടാൽ ഞാൻ ഓപ്പണായിട്ട് പറയാറുണ്ട്, എത്ര നന്നായിട്ട് നിങ്ങൾ വീട് വെച്ചിരിക്കുന്നു, എന്തൊരു ഭംഗിയാണ് ഇവിടെ വരുമ്പോൾ, എന്ത് സെറ്റിംഗ് ആണ്, എന്തൊരു പോസിറ്റിവിറ്റി ആണെന്ന് പറയാറുണ്ട്. ഈവൻ ഒരു ഷോപ്പാവട്ടെ ഒരു വീടാവട്ടെ അവിടുത്തെ എന്തിനെക്കുറിച്ചും കമൻറ്റ് ചെയ്യുമ്പോൾ ആ വീട്ടുകാർക്ക് കിട്ടുന്ന സന്തോഷം അത് ടൂ മച്ചാണ്. അതുകൊണ്ട് സന്തോഷം കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, ഒരു ചിലവില്ലാതെ കൊടുക്കാവുന്ന സന്തോഷം കൊടുത്തുകൊണ്ട് അവരുടെ വീട്ടിൽ ഓരോ സാധനത്തിനും, അത് ചില വീട്ടിലൊക്കെ കട്ടിലെത്ര ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു വാഷ് ബേസിൻ്റെ മിററൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇപ്പോഴത്തെ നമുക്ക് മനോഹരമായി കിട്ടുന്ന LED ലൈറ്റ്സൊക്കെ വെച്ചുകൊണ്ട്, ലൈറ്റ് കാണുന്നില്ല പക്ഷെ നിൽക്കുമ്പോൾ മുഖത്തേക്ക് ലൈറ്റ് വരുന്നുണ്ട്, എന്ത് സൂപ്പറായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കാണുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതണം.
അപ്പോൾ വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇത്. ഇനി ജോലി വേണമെന്നാണെന്ന് വിചാരിക്കൂ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പോസ്റ്റ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു പോസ്റ്റ്, അതെന്തായാലും വർക്ക് ചെയ്യുന്നവരുണ്ടാവുമല്ലോ, എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ആ ഓഫീസ് കാണണം. ഇനി CEO ആയിട്ടാണ്, ഹയസ്റ്റ് പോസ്റ്റാണ് ആഗ്രഹിക്കുന്നത് വിചാരിക്കുക, അങ്ങനെയുള്ളൊരു പോസ്റ്റ് ഒരാളെ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന എന്തെങ്കിലും കാരണത്തിന് വേണ്ടി അവരിയ്ക്കുന്നത്, അവരെ ചെയർ, അതിൻ്റെ റൂമിൻ്റെ സെറ്റിങ്, AC എല്ലാം ഫീൽ ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഫീലിംഗ് പാർട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി വരും. അങ്ങനെ ഒരു കാര്യത്തെ ആദ്യം കാണാനുള്ള റിസ്ക് ഫസ്റ്റ് എടുക്കണം. ഇനി വണ്ടിയാണെന്ന് വിചാരിക്കൂ, ഇനി വണ്ടിയാണെങ്കിലും ഏത് ഷോറൂമിൽ പോയാലും ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടെ ഈസി അല്ലേ നമുക്ക് കാണാൻ. നിങ്ങൾക്ക് വേണ്ടതൊരു BMW കാറാന്ന് തന്നെ വിചാരിച്ചോളൂ, ടെസ്റ്റ് ഡ്രൈവ് ആരും വേണ്ടെന്ന് പറയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഷോറൂമിൽ പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് നടത്തി നോക്കൂ നിങ്ങൾ. അല്ലെങ്കിൽ എനിക്ക് വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കാറിനൊക്കെ നന്നായിട്ട് കണ്ട് അതിൻ്റെ സീറ്റ് എങ്ങനെയാണ്, സെറ്റിങ്സ് എങ്ങനെയാണ്, സാധനങ്ങൾ എങ്ങനെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്, ഈ രീതിയിൽ എന്താണെങ്കിലും ഇതിന് സമയമെടുത്ത് എഴുതുക. ചിലപ്പോൾ വിശദമായിട്ട് എഴുതാൻ 1 മണിക്കൂർ വേണ്ടി വന്നേക്കാം, 3-4 പേജ് എഴുതേണ്ടി വന്നേക്കാം. എഴുതിക്കോളൂ, ഒരു നഷ്ടവുമില്ല, ഒരു ചിലവുമില്ല, ആരുടെയും സമയം വേണ്ട, ആരുടെയും സഹായവും വേണ്ട, സ്വയം ചെയ്യാവുന്ന കാര്യം. അങ്ങനെ സമയമെടുത്ത് എഴുതുക എന്നുള്ളത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ റീവയറിങ്ങിൽ 1ാമത്തെ സ്റ്റെപ്പ്. സമയമെടുത്ത് എഴുതി കഴിഞ്ഞ ശേഷം പിന്നെ ആ കാര്യത്തിന് വിഷ്വൽ ചെയ്യാൻ വേണ്ടി നോക്കണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വിഷ്വൽ ചെയ്യാനായിട്ട് സാധിക്കും. ആ കാര്യങ്ങളെ വിഷ്വൽ ചെയ്തുകൊണ്ട് നിങ്ങളതിന് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട വീടിൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു ഫോട്ടോ, ഈ ഫോട്ടോസ് കിട്ടാനും ഇപ്പോൾ അധികം പ്രയാസമൊന്നും ഇല്ലല്ലോ. വേണമെങ്കിൽ നമ്മൾ ആർക്കിടെക്റ്റിനോട് പറഞ്ഞിട്ട് എനിക്ക് ഉണ്ടാക്കേണ്ട വീട് നമുക്ക് വേണമെങ്കിൽ 3D ആയിക്കൊണ്ട് തന്നെ ഉണ്ടാക്കി കിട്ടും. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ ബ്രഹ്മകുമാരീസിൻ്റെ കോഴിക്കോട് സെൻറ്റർ ഉണ്ടാക്കണേക്കാൾ മുന്നേ ഞങ്ങൾ ആ സെൻറ്റർ കണ്ടിരുന്നു. കാരണം നമ്മുടെ ആർക്കിടെക്റ്റ് നല്ല മനോഹരമായിക്കൊണ്ട് ഞങ്ങൾക്ക് അതിനുണ്ടാക്കി, അതിൻ്റെ ജനൽ തുറന്നാൽ ആ വീടിനെ ഞങ്ങൾ കണ്ടിട്ട് സന്തോഷിച്ചിട്ടാണ് അതിന് വേണ്ടി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നത്, ഈ മാനിഫെസ്റ്റേഷൻ. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിരുന്നു നിങ്ങൾക്ക് ചെയ്യാൻ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അങ്ങനെയും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ട് അതിൻ്റെ പിക്ചറൊക്കെ എടുത്ത് നല്ലൊരു വിഷൻ ബോർഡിനെ ക്രിയേറ്റ് ചെയ്യാം. ആ വിഷൻ ബോർഡ് ഉണ്ടാക്കുക, ഇന്നത്തെ പണി ഇന്ന് തീർക്കണം എന്നല്ലേ പറയുക. അതുകൊണ്ട് ഞാനൊരു പിക്ചർ എടുത്തു, അങ്ങൊരു വൈറ്റ് ബോർഡ് ഉണ്ടാക്കി, എങ്ങനെയോ അതിനോട് ഒട്ടിച്ചു, അങ്ങനെ ആവരുത്. അതിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സൊക്കെ കൊടുത്ത് ഏറ്റവും നന്നായി സമയമെടുത്ത് വേണം. ലൈഫിൽ ഏറ്റവും നല്ല കാര്യത്തിന് അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യം ചെയ്യാനും സമയമെടുക്കണമല്ലോ. അതുകൊണ്ട് നന്നായിട്ടൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കി നിങ്ങൾ ആദ്യം ഒരു ദിവസത്തിൽ പലതവണ കാണുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് അതിനെ പ്ലേസ് ചെയ്യാൻ വേണം കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ 2ാമത്തെ കാര്യം ചെയ്യേണ്ടത്. ഇനി 3ാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് അഫർമേഷൻ. അഫർമേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ അധികം ചിലപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും, മുന്നിൽ കുറേ ആൾക്കാരുണ്ടാവും. ആ ടോപ്പിക്കിൽ അല്ലെങ്കിൽ ആ പോയിന്റിൽ ഞാൻ മുഴുകിപ്പോകുമ്പോൾ അറിയാതെ ഞാനത് ആസ്വദിച്ചും ആനന്ദിച്ചുമാണ് ചെയ്യാറ്. പലപ്പോഴും നമ്മുടെ റെഗുലർ ക്ലാസ് സത്സംഗം നടക്കുമ്പോൾ തന്നെ പരമാത്മ മഹാവാക്യമാണ്, അത് ഭഗവാൻ എന്നോട് സംസാരിക്കുകയാണ് എന്ന് ആനന്ദിച്ച് അതിൽ മുഴുകി ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ ആൾക്കാർ വന്നു പോയാൽ പോലും അവർ എപ്പോഴാണ് പോയെന്ന് ഞാൻ കണ്ടില്ല എന്ന് പറയാറുണ്ട്. അത്തരത്തിൽ നമുക്ക് പുറമേ ഉള്ളതായിരിക്കുന്ന ഒരു കാര്യവും നമ്മുടെ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ചെയ്യാൻ പറ്റുന്ന സമയം സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞ പോലെ ഏറ്റവും നല്ല സൈലൻ്റ് ആയിരിക്കുന്ന ഒരു സമയം എടുത്തുകൊണ്ട് അഫർമേഷൻ എഴുതാൻ വേണ്ടി സമയം കണ്ടെത്തണം. അപ്പോൾ ചിലർ ചോദിക്കും, ഇതെല്ലാം ചെയ്യണോ, ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയോ? നിങ്ങൾക്ക് എത്ര വേഗം നിങ്ങളുടെ ഡ്രീം വേണമെന്ന് ആഗ്രഹിക്കുന്നു അത്രയും കൂടുതൽ. ഇതിനൊക്കെ നമ്മൾ പറയുന്നത് അതിൻ്റെ ഒരു ചെയ്യുന്നതായിട്ടുള്ള റൈച്വൽസ് എന്നാണ് പറയുക. നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറയണമെന്നറിയോ? അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. 17 സെക്കൻഡ് സമയം, 17 സെക്കൻഡ് സമയം ഒരൊറ്റ കാര്യത്തിലേക്ക് നമ്മുടെ പൂർണ്ണമായ ശ്രദ്ധ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സും ബുദ്ധിയും അതുപോലെ നിങ്ങളുടെ ഹൃദയവും മനസ്സും നമ്മുടെ ബ്രെയിനും നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും എല്ലാം ഒരു കാര്യത്തിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് ഒരു 17 സെക്കൻഡ് നിങ്ങൾ ചെയ്തുവെങ്കിൽ, നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ വൈബ്രേഷൻ, പ്രകമ്പനം, അത് പലതവണ മടങ്ങായിട്ട് ഈ പ്രപഞ്ചത്തിൽ പോയിക്കൊണ്ട് അത് 2000 മണിക്കൂർ നിങ്ങൾ പ്രവർത്തിച്ച പോലെ, കർമ്മം ചെയ്ത പോലെ റിസൾട്ട് ഈ പ്രപഞ്ചത്തിൽ അത് പ്രതിധ്വനിപ്പിക്കുമത്രേ. അപ്പം അതുകൊണ്ട് എളുപ്പമല്ലേ
17 സെക്കൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ എത്ര കാര്യം ചെയ്യണോ, എത്ര വേഗം നിങ്ങൾക്ക് വേണോ അത്രയും വേഗത്തിൽ ചെയ്യുക. ഇന്നലെ ഒരു ബായി എന്നോട് ചോദിച്ചിരുന്നു, ഞാൻ പേര് പ്രവീൺ എന്നാണ് ഓർക്കുന്നത്, എങ്ങനെയാണ് എൻ്റെ പാഷൻ എൻ്റെ പ്രൊഫഷൻ ആക്കിക്കൊണ്ട് എനിക്ക് എൻ്റെ ലൈഫിലേക്ക് ഇൻകം ആക്കി അതിനെ മാറ്റാൻ സാധിക്കുക എന്ന്. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പ്രവീൺ ബായിക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രൊഫഷനെ പാഷനാക്കി മാറ്റേണ്ടത്. ഉദാഹരണം, കവിത എഴുതുന്ന ആൾ അല്ലെങ്കിൽ ഞാൻ കുറച്ച് ആർട്ടായിട്ടുള്ള ചെയ്യുന്ന ആളെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ റൈറ്റിങ്സിൻ്റെ ഇതിനെയൊക്കെ തന്നെ നിങ്ങൾക്ക് ഇൻകമാക്കി മാറ്റത്തക്ക രീതിയിൽ ഏതൊക്കെ ആളുകൾ ആ ഒരു കലയിലൂടെ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കൂ. എന്നിട്ട് അവർ ഏതൊക്കെ ലെവലിൽ അതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് നോക്കൂ. ആ തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ട്യൂൺ ചെയ്താൽ അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ പ്രൊഫഷനാക്കി നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. എല്ലാവർക്കും കേട്ടോ, ഒരാൾക്കല്ല. ഇന്നലെ ചോദിച്ചത് കൊണ്ട് ഞാൻ നാളെ നിങ്ങൾക്കത് പറഞ്ഞു തരും എന്ന് ഇന്നലെ പ്രോമിസ് ചെയ്തതുകൊണ്ട് ഞാൻ ബായിൻ്റെ പേരെടുത്ത് പറയണമെന്നേ ഉള്ളൂ. ഏതാൾക്കും ഇത്തരത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങളെ കൃത്യമായിട്ട്, അതുകൊണ്ട് ആദ്യം സ്ക്രിപ്റ്റ് ചെയ്യണം, അത് കഴിഞ്ഞ ശേഷം അതിനെ വിഷ്വൽ ചെയ്യണം, അഫർമേഷൻ ചെയ്യണം, പിന്നെ വിഷൻ ബോർഡ് തയ്യാറാക്കി വെക്കണം. ഇത്രയും കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രമായില്ല, പിന്നെ അതിനേക്കാളൊക്കെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന ഞാനിത് പറയുമ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് തവണ ആസ്വദിച്ച് ചെയ്യുന്നതായിരിക്കുന്ന ഒരു ടെക്നിക്കുണ്ട്. അതുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാതിരിക്കാൻ പറ്റില്ല. ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനേറ്റവും സഹായിക്കുന്ന കാര്യമാണ് ഈശ്വരനോട് നന്ദി പറയുക എന്നുള്ളത്. നന്ദി എന്ന് പറയാന്നുള്ളത് ഞാൻ ഓർമ്മിക്കുക, രാമായണം വായിക്കുമ്പോൾ നന്ദി ഗ്രാമത്തിൽ വസിച്ചുകൊണ്ട് ഭരതൻ എങ്ങനെയാണോ ദശരഥ മഹാരാജാവ് ഏൽപ്പിച്ചത് അതിൻ്റെ 12 മടങ്ങ് ഏറ്റവും നന്നാക്കിക്കൊണ്ട് ആ രാജ്യം തിരിച്ചേൽപ്പിച്ചു എന്നൊക്കെ കഥയിൽ എഴുതി വച്ചിരിക്കുന്നു. നന്ദി ഗ്രാമത്തിൽ വസിക്കുക എന്ന് വെച്ചാൽ അർത്ഥം ഓൾവേസ് മനസ്സിനുള്ളിൽ നന്ദി പറയുക. അപ്പോൾ ചിലർ ചോദിക്കുക എന്തിനാ നന്ദി പറയുക? ഇല്ലായ്മയാണ്, കഷ്ടപ്പാടാണ്. നോക്ക്, ഈ ഒരു സാധനം, ഈ ഒരു ഗിഫ്റ്റ്, ഇത് ഗോഡ്സ് ഗിഫ്റ്റല്ലേ ഈ ബോഡി എന്ന് പറയുന്നത്. ഇത് കോടികൾ വിലമതിക്കുന്ന സാധനമാണ്. ഇത്രയും കോടികളുടെ ഒരു കമ്പനി ഓണറാക്കി എന്നെ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടിക്കൊണ്ട് എന്നെ പഠിപ്പിച്ച, എന്നെ സഹായിച്ച ഗിഫ്റ്റ് തന്ന് ഈശ്വരനോട് ഞാൻ നന്ദി പറയാം. അതെങ്ങനെയാണ് എൻ്റെ കണ്ണ് തുറക്കുക? അതുകൊണ്ട് പ്രഭാതത്തിൽ കണ്ണ് തുറക്കുമ്പോൾ ഈശ്വരനോട് താങ്ക്സ് ഗോഡ്, ഒരിക്കൽ കൂടി ഈ കണ്ണ് തുറന്നുകൊണ്ട് ഇതിലെ കാഴ്ച കൊണ്ട് ഈ പ്രപഞ്ചത്തെ കാണാൻ, ഇതിലെ മനുഷ്യന്മാരെ കാണാൻ, നിൻ്റെ മനോഹരമായിട്ടുള്ള ഈ രചനയെ കാണാൻ, ഈ രചനയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ, നല്ലത് ചിന്തിക്കാൻ ഒരു ചാൻസ് തന്നല്ലോ, താങ്ക്സ് ഗോഡ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ അച്ഛനമ്മമാർക്ക് താങ്ക്സ് പറയാറുണ്ട്. അവർ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനൊരു ശരീരത്തിന് ഗിഫ്റ്റ് തരാൻ ഈശ്വരനും പറ്റില്ലായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് ശരീരം തന്ന എൻ്റെ അമ്മയോട് നന്ദി പറയും. ഇതുപോലെ കോടിക്കണക്കിന് അമ്മമാർ ഈ പ്രപഞ്ചത്തിലുണ്ട്. എല്ലാ അമ്മമാർക്കും താങ്ക് യു. എൻ്റെ മാതാപിതാക്കളോട് ഞാൻ നന്ദി പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ സ്ത്രീകളോടും ഞാൻ നന്ദി പറയുകയാണ്. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ അമ്മയോട് താങ്ക്സ് പറയാറുണ്ട്. പിന്നെ ഒന്ന്, ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് താങ്ക്സ് പറയും. ഈ ലോകത്തെ എല്ലാ സഹോദരന്മാരോടും എല്ലാ പുരുഷന്മാരോടും ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് തന്നതായിരിക്കുന്ന ഈ ഒരു സുഹൃതം, ഈ ഒരു ശരീരം, അതിനവരോടും താങ്ക്സ്. ഈ ലോകത്തെ എല്ലാ മാതാപിതാക്കളോടും താങ്ക്സ് പറയും. ഈ പ്രപഞ്ചത്തിനോട്, പഞ്ചതത്വങ്ങളോട് ഞാൻ നിങ്ങളോടൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കെ ഇവിടെ എനിക്ക് ഓക്സിജൻ കിട്ടാണ്ടായി കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ബോധം കെട്ട് വീണു പോവും. പിന്നെ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ പഞ്ചതത്വങ്ങളിൽ വായു എനിക്ക് തരുന്ന സേവനം ഇതിന് ഞാൻ എങ്ങനെ മറക്കും? അതുകൊണ്ട് താങ്ക് യു, വായുവിനും താങ്ക്സ്. ഈ വെള്ളം എൻ്റെ ശരീരത്തിൽ പ്രോപ്പറായിരിക്കുന്ന അളവിൽ ഓടിക്കൊണ്ടിരുന്നു കൊണ്ട് ഇതിൽ കടലിങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ സ്വസ്ഥമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതും നടക്കുന്നതും സംസാരിക്കുന്നതും. ഓൾവേസ് എനിക്ക് വേണ്ടി ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഹാർട്ട്, എൻ്റെ ശരീരത്തിലൂടെ പമ്പിങ് നടന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ജലതത്വത്തിനോടും താങ്ക് യു. ഈ ആകാശത്തിൻ്റെ പ്രോപ്പർ ബാലൻസിലൂടെ ഈ ശരീരത്തിലെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആകാശതത്വത്തിനും നന്ദി. ഈ പ്രപഞ്ചത്തിന് കൊടയായി നിന്നുകൊണ്ട് യാതൊരുവിധ കണ്ടീഷനും ഇല്ലാതെ നമ്മളെ സേവനം ചെയ്യുന്ന ആകാശതത്വം, വായുമണ്ഡലം, താങ്ക് യു. എന്നെ താങ്ങി നിർത്തിക്കൊണ്ട് ഒരു ചലനവും ഇല്ലാതെ എത്ര വർഷങ്ങളായി എനിക്ക് നടക്കാൻ വേണ്ടി അനുവദിച്ച ഈ ഭൂമി തത്വത്തിനും താങ്ക് യു. ഈ പ്രപഞ്ചത്തിനോട് താങ്ക്സ് പറഞ്ഞാൽ എവിടെയാണ് നമുക്ക് തീരുക? ഓരോ നിമിഷവും നമുക്ക് നന്ദി പറയാനുള്ളതാണ്. നടക്കാൻ വേണ്ടിക്കൊണ്ട് കല്ലും മുള്ളും ഇല്ലാത്ത നല്ല വഴികൾ തന്ന് വഴിയോടും താങ്ക് യു ആണ്. എനിക്ക് നല്ല ഒരു ജോലി ചെയ്യാൻ വേണ്ടിക്കൊണ്ട്, നല്ലൊരു സേവനം ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ഒരു ചാൻസ് തന്ന് ഈശ്വരനോടും താങ്ക്സ് ആണ്.
അങ്ങനെ താങ്ക്സ് പറയാൻ പറ്റാത്ത എന്ത് കാര്യം നമ്മുടെ ലൈഫിലുള്ളത്? ഇനി അഥവാ എന്തെങ്കിലും കഷ്ടപ്പാടുകളോ പരീക്ഷകളോ ജീവിതത്തിൽ വരുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ, ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, IAS എക്സാം പാസ്സായിട്ടൊരു പൊസിഷനിൽ എത്തണമെങ്കിൽ നല്ല കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയാലേ സാധിക്കുള്ളൂ. അതുകൊണ്ട് കൊച്ചു കൊച്ചു പരീക്ഷകൾ തന്നുകൊണ്ട് വലിയ വലിയ പദവിയിലേക്ക്, ഊർജ്ജത്തിലേക്ക് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരനോട്, അത്തരം സാഹചര്യങ്ങളോടും ഞാൻ താങ്ക്സ് പറയുകയാണ്. അങ്ങനെ ജീവിതത്തിലുണ്ടല്ലോ നന്ദി പറയാനില്ലാത്ത എന്താ ഉള്ളത് നമുക്ക്? അതുകൊണ്ട് എപ്പോഴൊക്കെ സാധിക്കൂ അപ്പോഴൊക്കെ ഈശ്വരൻ്റെ അടുത്ത് താങ്ക്സ് 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 പറഞ്ഞുകൊണ്ടേയിരിക്കൂ. നമ്മൾ കഴിക്കുന്ന അന്നത്തിന് എല്ലാ ദിവസവും എന്തായാലും ഒരു നേരെങ്കിലും ആഹാരം കിട്ടാത്ത ആരും ഇത് കേൾക്കുന്നുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കഴിക്കാൻ ആഹാരം തരുന്നതിന് താങ്ക്സ്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഹൃദയം ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണ് നമ്മളിവിടെ നടക്കുന്ന സയൻസ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഭഗവാനോട് നന്ദി പറയുമ്പോൾ, ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറയുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട് ഹൃദയം തുടിക്കാൻ തുടങ്ങും. ആനന്ദം, ഹാപ്പിനെസ് അട്രാക്ട്സ് ഹാപ്പിനെസ്, യാതൊരു സംശയവുമില്ല. മാത്രമല്ല, എന്തെല്ലാം നെഗറ്റീവായിരിക്കുന്ന ന്യൂറൽ ഇവൻറ്റ്സ് അവിടെ ഫിൽറ്റർ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ അവിടെ വേണ്ടതിനെ ഡിലീറ്റ് ചെയ്തിട്ടും മോശമാക്കിയിട്ടും ജനറലൈസ് ചെയ്തിട്ടും എന്തൊക്കെ ബ്ലോക്ക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ആ മെൻ്റൽ ബ്ലോക്കുകൾ മുഴുവൻ നമ്മുടെ ഉള്ളിൽ നിന്ന് പതുക്കെ 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 ഡിലീറ്റ് ആവാൻ തുടങ്ങും. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണല്ലേ ഈശ്വരനോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. ഇനിയും കുറച്ച് ടെക്നിക്സ് കൂടിയുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തെ ചാർജ് ചെയ്ത് കുടിച്ചുകൊണ്ട്, ഇന്നലെ ഒരാൾ ചോദിച്ചിരുന്നല്ലോ, സിസ്റ്റർ വീഡിയോ കേൾക്കുന്ന സമയത്ത് നല്ല എനർജി ഉണ്ട്, അത് കഴിഞ്ഞ ശേഷം കുറച്ച് കഴിയുമ്പോൾ അതിന് എനർജി പോകുന്നു. അത് ഇല്ലാതെ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? അതിനുള്ള ടെക്നിക്കാണ് ഈ വെള്ളം. നിങ്ങൾക്കറിയാലോ, ഈ ശരീരത്തിൽ ഒരു 70% വെള്ളമാണ്. ഈ പ്രപഞ്ചം നോക്കിയാലും 70% വെള്ളമാണ്. അതുകൊണ്ട് വെള്ളത്തെ ചാർജ് ചെയ്ത് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റിയാൽ ഈ വെള്ളം നമ്മുടെ മൈൻഡ്, നമ്മുടെ ബോഡി, നമ്മുടെ എനർജി ഒക്കെ തന്നെ പോസിറ്റീവ് ആക്കി നിർത്താൻ വേണ്ടിക്കൊണ്ട് ഒരുപാട് സഹായിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് കയ്യിൽ വെള്ളം എടുത്ത് അത് പറയുമ്പോൾ ഒരു കാര്യം കൂട്ടിച്ചേർത്ത് പറയുകയാണ്. ആഹാരം കഴിക്കുന്ന ടേബിളിൽ നമ്മളിങ്ങനെ വെള്ളം വെച്ചിട്ട് ആഹാരം കഴിക്കാൻ വേണ്ടിയിരിക്കും. എന്നിട്ട് കുറേ സമയം അവിടുത്തെ കാര്യം, ഇവിടുത്തെ കാര്യം, അവരുടെ കുറ്റം, ഇവരുടെ കുറ്റം, നമ്മുടെ പ്രശ്നങ്ങൾ പലപ്പോഴും ഡൈനിങ് ടേബിൾസിനെ ഡിസ്കഷൻ ടേബിൾസ് ആക്കി മാറ്റാറുണ്ട്. അരുത്. അത് നമ്മുടെ ഫുഡിനും നമ്മുടെ വെള്ളത്തിനും നെഗറ്റീവ്ലി ചാർജ് ചെയ്യും. അതുകൊണ്ട് വെള്ളം നമ്മുടെ കയ്യിലെടുക്കാം. എന്നിട്ട് സന്തോഷത്തോടു കൂടി ഈ വെള്ളം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് വേണമെങ്കിൽ ഒരു പേപ്പറിൽ ഹാപ്പിനെസ് എഴുതാം. എന്നിട്ട് വെള്ളത്തിന് അതിൻ്റെ മേലെ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ വെള്ളം കുടിക്കാനുള്ള വെള്ളം ഗ്ലാസ്സിൽ നമുക്ക് വെള്ളം എടുത്ത് കുടിക്കാമല്ലോ. ഇതുപോലെ ഏതെങ്കിലും ഒരു കുപ്പി ഗ്ലാസ് എടുക്കുക. ഒരു ഗ്ലാസ് ആയിരിക്കണം. എന്നിട്ട് സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ ബോട്ടിൽസ് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഒരു കുപ്പി ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യത്തിന് എഴുതിയിട്ട് അതിൻ്റെ മേലെ ഈ വെള്ളത്തിന് വെച്ച് അടച്ചു വയ്ക്കാം. ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞ ശേഷം നിങ്ങൾ ആ വെള്ളം എടുത്തിട്ട് അതിനൊന്ന് ചാർജ് ചെയ്യാൻ, എനർജൈസ് ചെയ്യാനുള്ള ഒരു വഴി കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്ക് വേണ്ടത് എൻ്റെ പേടി ഇല്ലാതാക്കില്ല എന്ന് വിചാരിക്കൂ. അത് പലപ്പോഴും നമ്മൾ കാണാറില്ലേ, അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് തീർത്ഥം തരാറില്ലേ. ആ തീർത്ഥത്തിൻ്റെ മഹത്വം എന്താണ്? അതിനെ നമ്മൾ അമ്പലത്തിൽ മാത്രമല്ല, എവിടെ നിങ്ങൾ പോകുമ്പോൾ അവിടെയൊക്കെ ചാർജ് ചെയ്ത വെള്ളം ഒന്നുകിൽ ഉസ്താദ് അല്ലെങ്കിൽ പള്ളിയിലെ അച്ഛൻ അല്ലെങ്കിൽ നമുക്ക് പുരോഹിതൻ, നമ്മുടെ അമ്പലത്തിലെ പൂജാരിയൊക്കെ തരാറില്ലേ. എന്താ അതിൻ്റെ മഹത്വം? അവരതിനെ മന്ത്രിച്ചിട്ട് നമുക്ക് ആ വെള്ളം തരുന്നത്. മന്ത്രം മീൻസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കുന്ന വേർഡ്സാണ്. ലോ ഓഫ് അട്രാക്ഷനിൽ സ്വിച്ച് വേർഡ്സ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ളതായിരിക്കുന്ന കുറച്ച് വേർഡ്സ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഏത് മതത്തിലുള്ളവർക്ക് ഉപയോഗിക്കാം. കാരണം ഇന്നലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ, ഈശ്വരനാകെ പ്രപഞ്ചത്തിൽ ഒന്നല്ലേ ഉള്ളൂ. ആ പരമമായ ശക്തിയുടെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന ശക്തി ഈശ്വരൻ്റെ കുട്ടിയാണ്. സർവശക്തനാണ് ഭഗവാൻ. ആ സർവശക്തനായ ഭഗവാന്റെ കുട്ടിയാണ് ഞാൻ എന്നുള്ള വാക്കാണ് ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മ. ഇതെല്ലാത്തിൻ്റെയും ഫസ്റ്റ് വേർഡാണ് കേട്ടോ. എന്താണ്? ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മ. എന്താ പറയണ്ടേ? ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മ. അത് പറഞ്ഞിട്ട് നിങ്ങൾ ഈ വെള്ളം കയ്യിലെടുക്കുക. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ആവശ്യം ഹാപ്പിനെസ് ആണെങ്കിൽ ഞാൻ മാസ്റ്റർ, ഈ കൈ കൊണ്ട് വിരൽ കൊണ്ട് ഇങ്ങനെ, ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മ, ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മ, ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മ. നോക്കുന്നത് വെള്ളത്തിലേക്കായിരിക്കണം കേട്ടോ. എന്നിട്ട് 3 തവണ ഇങ്ങനെ കൈകൊണ്ട് റൗണ്ട് ചെയ്യുക. ഇനി അടുത്തത് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ പേടിയില്ലാതായി മാറുക എന്ന് വിചാരിക്കൂ. ഞാൻ ധൈര്യശാലിയാണ്, ഞാൻ ധൈര്യശാലിയാണ്, ഞാൻ ധൈര്യശാലിയാണ്. അടുത്ത 3 പ്രാവശ്യം. അത് കഴിഞ്ഞ ശേഷം പതുക്കെ നിങ്ങളുടെ വിരൽ തുമ്പ് കൊണ്ട് ഈ വെള്ളത്തിൻ്റെ സെൻറ്ററിലൊന്ന് ടച്ച് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. എന്നിട്ട് ഈ വെള്ളത്തിൻ്റെ ഈ ഗ്ലാസിൻ്റെ മേലെ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയാം. വെള്ളം ടാപ്പ് ചെയ്യാണ്, നമ്മൾ ലോക്ക് ചെയ്യുകയാണ് ആ എനർജിയെ. എന്നിട്ട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ആ വെള്ളത്തിനെ അങ്ങ് കുടിക്കുക.
മനസ്സിലായോ? എങ്ങനെയാണ് വെള്ളം ചാർജ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫസ്റ്റ് പോർഷൻ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാനായിട്ട് സാധിക്കും. സെക്കൻഡ് പോർഷൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഏത് മോട്ടിവേഷനാണോ സന്തോഷമാണോ എന്ത് വേണോ ആ കാര്യത്തിനെയാണ് നിങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം 3 പ്രാവശ്യം കറക്കേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. അത് കഴിഞ്ഞ ശേഷം പതുക്കെ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാണ് ഞാൻ മാസ്റ്റർ സർവശക്തിവാനാത്മ, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാത്മ, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാത്മ, ഞാൻ ധൈര്യശാലിയാണ്, ഞാൻ ധൈര്യശാലിയാണ്, ഞാൻ ധൈര്യശാലിയാണ്, ഞാൻ ധൈര്യശാലിയാണ്. സെൻറ്റർ പോയിൻ്റ് ടച്ച് ചെയ്തു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇനി സന്തോഷമായിട്ട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ആ വെള്ളത്തിനെ അങ്ങ് കുടിച്ചോളൂ. ഓക്കെ, ക്ലിയർ? ഇപ്പോൾ ആ ചോദിച്ച ബായിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് ഉപകാരമാവുമെന്ന് വിചാരിക്കണം. സപ്പോസ് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും കുട്ടികൾ പേടിക്കുക, അല്ലെങ്കിൽ ഒരു അമ്മ എന്നുള്ള ചോദിച്ചിരുന്നു മകൾക്ക് ആങ്സൈറ്റിയാണ്, പഠിക്കാൻ കൂട്ടാക്കുന്നില്ല, ഭയങ്കര ഭയം, എല്ലാ പ്രാവശ്യവും വെള്ളം കുടിക്കുന്ന സമയത്ത് കുടിക്കുന്ന സമയത്ത് ഈ രീതിയിൽ അതിനെ ചാർജ് ചെയ്തിട്ട് വെള്ളം കുടിച്ചാൽ മനസ്സിൻ്റെ ആങ്സൈറ്റി കുറയും, നിങ്ങൾക്ക് ടെൻഷൻ കുറയും, പേടി കുറയും, നിങ്ങൾക്ക് ഉന്മേഷം ഉത്സാഹം കിട്ടും. മടിയുള്ള കുട്ടിയാണെന്ന് വിചാരിക്കുക, വെള്ളം കുടിക്കുമ്പോൾ എന്ത് ചിന്തിക്കണം? 2 കുട്ടികൾ ചോദിച്ചല്ലോ, എൻ്റെ മനസ്സിൽ അവരുടെ ചിത്രം പതിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാത്മ, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാത്മ, എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്, ഞാൻ മിടുക്കിയായി പഠിക്കുന്നു, ഞാൻ മിടുക്കിയായി പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വെള്ളം ചാർജ് ചെയ്ത് കുടിക്കുക. നിങ്ങളുടെ മടി മാറി കിട്ടും കേട്ടോ. ഈ രീതിയിൽ വെള്ളത്തിന് ചാർജ് ചെയ്ത് കുടിക്കുക എന്നുള്ളത് ഒരു ടെക്നിക്കാണ്. ഇനി വേറൊരു ടെക്നിക്ക് കൂടിയുണ്ട്. കുറച്ചും കൂടെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാലും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എത്ര കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാം. ഒരു കാര്യം നിർബന്ധമായിട്ടും രാവിലെ എഴുന്നേറ്റാൽ താങ്ക്സ് പറയുന്നത്, പാരൻസിനോട് താങ്ക്സ് പറയുന്നത്, ഉറങ്ങും മുന്നേ ഈശ്വരനോട് താങ്ക്സ് പറയുന്നത്, പിന്നെ നമ്മൾ ഈ രീതിയിൽ വെള്ളം ചാർജ് ചെയ്ത് കുടിക്കുന്നത്. ഇതിനൊന്നും വെള്ളം കുടിക്കാത്തവരാരും ഇല്ലല്ലോ. എപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ അത് ചാർജ് ചെയ്ത് കുടിച്ചാൽ നമുക്ക് എനർജി തന്നുകൊണ്ടേയിരിക്കും. എന്തൊരു ഈസിയാന്ന് നോക്കിയേ. ഈ സമയത്ത് പോലും എനർജറ്റിക് ആയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത് ഞാൻ ഇത്തരം കൊച്ചു കൊച്ചു പ്രിൻസിപ്പിൾസിനെ എൻ്റെ ലൈഫിൽ സ്വന്തമാക്കിയത് കൊണ്ടാണ്. ആഹാരവും ചാർജ് ചെയ്യാം കേട്ടോ. ഇതേ രീതിയിൽ തന്നെ ആഹാരത്തിൻ്റെ, അതിലും വെള്ളമുണ്ടല്ലോ ആഹാരത്തിൻ്റെ ചുറ്റും. ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്, പണ്ട് എൻ്റെ അച്ഛൻ ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ 3 പ്രാവശ്യം അതിൻ്റെ ചുറ്റും ഇങ്ങനെ കാണിച്ച് ഈശ്വരനെ ഓർമ്മിച്ചിട്ട് ഇങ്ങനെ അത് സൈഡിലിട്ടിട്ട് 2-3 വറ്റെടുത്ത് പുറത്തിടുന്നത്. 2-3 വറ്റെടുത്ത് പുറത്തിടുന്നതിന് പിന്നെ ഒരു സയൻസും ഉണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ചാണകം മെഴുകിയ വീടല്ലേ, ഏതെങ്കിലും ജീവികൾക്കൊക്കെ അന്നായിക്കോട്ടെ, താഴത്തിട്ട് അതിന് എന്തായാലും എടുത്ത് കഴിക്കില്ലല്ലോ, അതുകൊണ്ട് പുറത്തിടും. അപ്പോൾ ഏതെങ്കിലും ജീവികൾക്ക് അന്നാവും. അപ്പോൾ അന്നം ദാനം കൂടി നല്ലതാണ്. പക്ഷേ ഈ വെള്ളം കൊണ്ട് ചാർജ് ചെയ്യുന്ന പണി പണ്ടത്തെ പലരും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ഫുഡിനെയൊക്കെ ക്ലീൻ ചെയ്ത് ചാർജ് ചെയ്തിട്ട് സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയം എന്നുള്ള ഒരു ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന ഡ്രീം ഒന്നുകൂടെ എഴുതുക ഒരു പേപ്പറിൻ്റെ ഉള്ളിൽ. എന്നിട്ട് അതിനെ കത്തിക്കുക. വെള്ളം ചാർജ് ചെയ്ത് വെച്ച വെള്ളത്തിനുള്ളിലേക്ക് അത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ജോലി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണം നമ്മൾ ആഗ്രഹിക്കുമല്ലോ, അത് ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്യുക എന്നുള്ള സങ്കല്പത്തിൽ ഇതിനെ എഴുതി അതിനെ കത്തിച്ചിട്ട് ആ ചാരത്തിനെ ആ വെള്ളത്തിനുള്ളിൽ കലക്കിയിട്ട് ഏതെങ്കിലും ചെടിക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. വീട്ടിൽ നട്ട ചെടി ഉണ്ടാവും, ഒന്നില്ലെങ്കിൽ ഒരു മരം ഉണ്ടായിരിക്കുമല്ലോ, അങ്ങനെ ഏതിനെങ്കിലും കടയ്ക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ കുറച്ച് സമയം, കാരണം എന്തെങ്കിലും ഒന്നൊരു കാര്യത്തിന് വേണ്ടി ഞാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റിലേക്ക് വരികയാണ്. എൻ്റെ ശരീരം കൈകളിലൂടെ കർമ്മത്തിലൂടെ എൻ്റെ മനസ്സിലൂടെ എൻ്റെ ഉപബോധ മനസ്സിലേക്കും യെസ് ഞാനിത് നേടി എന്ന ഒരു സന്തോഷം ഉണ്ടാക്കും. പിന്നെ ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. ധനത്തിൻ്റെയാണ് നിങ്ങൾക്ക് കുറവെങ്കിൽ ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഞാൻ സമ്പന്നനാണ്. എന്താ ചിന്തിക്കേണ്ടത്? ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഞാൻ സമ്പന്നനാണ്. അഥവാ ഏതെങ്കിലും ഒരാൾക്ക് രോഗം കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് അതിൽ നിന്ന് എനിക്ക് കരകയറണം എന്നുള്ള ആഗ്രഹത്തിലാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഞാൻ സമ്പൂർണ്ണ ആരോഗ്യവാനാണ്. ഇങ്ങനെയുള്ള അഫർമേഷൻ. നിങ്ങൾക്ക് അഥവാ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിരിക്കുന്ന ജോലിയാണ് വേണ്ടതെങ്കിൽ ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഇന്ന ജോലി കിട്ടിയതിന് താങ്ക് യു, ഇന്ന പൊസിഷൻ കിട്ടിയതിന് താങ്ക് യു. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ആ ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെള്ളം ചാർജ് ചെയ്ത് കുടിക്കണമെന്നില്ല. നമ്മുടെ ഫിസിക്കൽ കൂടി സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ചാർജ് ചെയ്ത് കുടിക്കുന്നത് കുറേ കൂടെ നല്ലതാണ്. വേണ്ടെന്നല്ല, ബട്ട് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് ഇതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ, കാരണം മൈൻഡ് എഫക്ട്സ് ദ ബോഡി ആൻഡ് ബോഡി എഫക്ട്സ് ദ മൈൻഡാണ്. മനസ്സിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ, രാത്രി നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണ്, സ്വസ്ഥമായിട്ട് ബെഡിൽ ഉറങ്ങിക്കിടക്കുന്ന ഞാൻ ഒരു സ്വപ്നം കാണുന്നു. ഏതോ ഒരാൾ വന്നെൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചെന്നെ കൊല്ലാൻ നോക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി നോക്കിയേ. പേടിച്ച് ഞെട്ടി ഉണരും ശ്വാസം കിട്ടാതൊക്കെ ആവുമ്പോൾ.
ഫിസിക്കലി എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ആ സമയം നിങ്ങളുടെ അവസ്ഥ നോക്കിയാൽ വിറയ്ക്കുന്നുണ്ടാവും, ചിലപ്പോൾ വിയർക്കുന്നുണ്ടാവും, വല്ലാത്ത അവസ്ഥയായിട്ടുണ്ടാവും. ഞാനൊരു സ്വപ്നം കണ്ട് പേടിച്ചിട്ടുണ്ട്, ചിലത് അലറി കരയൊക്കെ ചെയ്യും. നിങ്ങളുടെ അനുഭവമൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ. മൈൻഡ് എഫക്ട്സ് ദ ബോഡി. ഇതിനേക്കാൾ വലിയ പ്രൂഫ് നമുക്ക് വേണ്ടല്ലോ. പിന്നെ ബോഡി എഫക്ട്സ് ദ മൈൻഡ്. ഒരുപാട് പണിയെടുത്തു, കുറേ കാര്യങ്ങളായിപ്പോയി, അത് ചെയ്തു ഇത് ചെയ്തു, രാവിലെ തൊട്ട് തിരക്ക്, വൈകുന്നേരം ആകുമ്പോഴേക്കും ഇറിറ്റേഷൻ കൊണ്ട് വയ്യ, ഒത്തിരി കാര്യങ്ങളായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിപ്പോയി. മൈൻഡ് എഫക്ട്സ് ദ ബോഡി ആൻഡ് ബോഡി എഫക്ട്സ് ദ മൈൻഡ്. അവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചുകൊണ്ട് ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും പരസ്പരം, ഉപബോധ മനസ്സിനെ ക്ലീൻ ചെയ്യുക, ബോധ മനസ്സിലൂടെ പോസിറ്റീവ് തോട്ട്സിനെ കൊടുക്കുക, നിരന്തരമായി ചെയ്താൽ എങ്ങനെയാണോ ന്യൂറൽ പാത്വേ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയത്, അതേപോലെ ന്യൂറൽ പാത്വേ പോസിറ്റീവിൽ ചാർജ് ചെയ്തുകൊണ്ട് നിരന്തരമായി നിങ്ങൾ ഈ പാത്ത് പോവുകയാണെങ്കിൽ വളരെ വേഗത്തിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിൽ ജന്മജന്മാന്തരങ്ങൾ കൊണ്ട് റെക്കോർഡായ ഫയലുകളാണെങ്കിൽ പോലും നിങ്ങൾക്കതിനെ ഡിലീറ്റ് ചെയ്യാനും പുതിയൊരു പാത്വേ ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ആക്റ്റീവ് ഹാപ്പി പേഴ്സണാലിറ്റി ആകാനും എങ്കിൽ നിങ്ങളുടെ ഡ്രീംസൊക്കെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാനും സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും ഒന്നുകൂടെ പറയുകയാണ്, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ ഒരിക്കലും സമയമില്ല എന്ന് പറയരുത്. ഉണ്ടാക്കണം. എനിക്ക് വേണോ, ഞാൻ ഉണ്ടാക്കണം, എന്നാലേ പറ്റൂ. പിന്നെ ഇതൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. നല്ല ആഹാരം കഴിക്കുക, നന്നായിട്ട് നമ്മൾ കാര്യങ്ങൾ പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക, അതിന് വേണ്ടിക്കൊണ്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ കുഞ്ഞുമക്കളെ പഠിപ്പിക്കുമ്പോൾ പറയില്ലേ, അക്ഷരമാല പഠിക്കാൻ വേണ്ടിക്കൊണ്ട് എത്ര പ്രാവശ്യം എ എ എ എന്ന് അമ്മ എഴുതിപ്പിച്ചിട്ടാണ് കുട്ടിയെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ കയറിക്കൂടിയതായിരിക്കുന്ന ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളെ, ഈ ചെറിയ ചെറിയ കാര്യങ്ങളെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ജീവിതത്തിലെ വലിയ വലിയ ബ്ലോക്കുകൾ ഇല്ലാതാക്കാൻ എത്ര തവണ എഴുതി എന്താ കുഴപ്പം, എത്ര പ്രാവശ്യം ചെയ്ത് എന്താ കുഴപ്പം, എത്ര ദിവസം കണ്ടിന്യൂ ചെയ്ത് എന്താ നമുക്ക് കുഴപ്പം, എല്ലാം നമുക്ക് കിട്ടും വരെ. എന്തുകൊണ്ടാണ് എല്ലാവർക്കും പലർക്കും പല രീതിയിലതായിരിക്കുന്ന സമയത്തിൽ ഈ മാനിഫെസ്റ്റേഷൻ നടക്കുന്ന അറിയോ നിങ്ങൾക്ക്? എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പുറപ്പെടുവിക്കുന്ന വൈബ്രേഷനാണ് ഈ സത്യത്തിൽ മുഴുവൻ ബോഡിയിൽ നിന്ന് സ്പ്രെഡ് ആവുന്നത്, ഈ പ്രപഞ്ചത്തിലേക്ക് സ്പ്രെഡ് ആവുന്നത്. അപ്പം എൻ്റെ എനർജി ലെവൽ എന്തുണ്ടോ അതല്ലേ ഞാൻ വൈബ്രേറ്റ് ചെയ്യുക, അതല്ലേ ഇതിലേക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ എനർജി ലെവൽ അനുസരിച്ച് എൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ എൻ്റെ എനർജി ലെവൽ കുറവായിപ്പോയി, അതുകൊണ്ടാണ് ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും വരാത്തത്. നിരാശപ്പെടേണ്ട. അതാണ് ഒന്നാമത്തെ പവർഫുൾ നെഗറ്റീവ്. അതുകൊണ്ട് പോസിറ്റീവ് ആക്കാൻ വേണ്ടിക്കൊണ്ടുള്ള എല്ലാ ടെക്നിക്സും ഞാൻ പറഞ്ഞു തന്നു. ഇനിയും കുറേ ടെക്നിക്സും കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കാനുണ്ട്. ഇനി ഒരു ദിവസം കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളായിക്കൊണ്ട് പിന്നെ നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമ ഇല്ലാതാക്കാൻ അഥവാ കഴിഞ്ഞു പോയ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സൊക്കെ ആയിട്ട് അടുത്ത ആഴ്ച ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരും. ഒരു കാര്യം കൂടെ പറയട്ടെ, ഒപ്പത്തിനൊപ്പം ഏത് കാര്യം നമ്മൾ ഡ്രീം ചെയ്യുമ്പോഴും അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഫാക്ടറാണ്. ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാം, അതിനൊപ്പം ചെറിയ ചെറിയ ഗോൾസായിട്ട്. ഉദാഹരണം പറയുകയാണ്, എൻ്റെ ഡ്രീം ഒരു ദേവതയാവണം എന്നാണ്. അപ്പോൾ ദേവതയാവാൻ വേണ്ടി ഇന്നത്തെ ദിവസം അതിനുവേണ്ടി ചെറിയ ഗോൾ, ഒരു വലിയ വിഷൻ നമ്മൾ കാണുമ്പോൾ ഒരു ചെറിയ ഗോൾ, ഇന്ന് ഞാൻ എത്ര ശതമാനമെങ്കിലും നേടിയോ എന്നൊരു ചെറിയ ഗോൾ ഉണ്ടാക്കിയ കോടികളാണ് എൻ്റെ എയിം എങ്കിൽ ഇന്നത്തെ ദിവസം എനിക്ക് എത്ര വന്നു, ഒരു 1000 രൂപ വന്നാലും പോട്ടെ, ഒരു 10 രൂപ കയ്യിൽ വന്നാലും ഞാൻ താങ്ക്ഫുൾ ആവേം. അതിനു വേണ്ടി ഞാൻ കുഴപ്പമില്ല ഇത്രയും വന്നല്ലോ, അതിന് താങ്ക് യു എന്ന് പറയുമ്പോൾ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും. മറ്റൊന്ന്, ഇനി എത്ര നാൾ വേണാവോ എന്ന് നെഗറ്റീവ് വിചാരിക്കരുത്. വേറൊരു കാര്യം കൂടെ, എല്ലാ ദിവസവും രാത്രി ഇന്ന് ഞാൻ എൻ്റെ ഒരു ഡ്രീമിന് വേണ്ടി, എൻ്റെ ഒരു ഗോളിന് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ ഒരു അച്ചീവ്മെൻറ്റിന് വേണ്ടി ഞാൻ എത്ര ചെയ്തു എന്ന് പൈസ കൊണ്ട് മാത്രമൊന്നുമല്ല ചെയ്യുക കേട്ടോ. ഇങ്ങനെ സ്വന്തം വാക്കിലൂടെ, കർമ്മത്തിലൂടെ, മനസ്സിലൂടെ എന്നെ തന്നെ വീണ്ടും റീവയറിങ് ചെയ്തുകൊണ്ട് എൻ്റെ വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തു ചെയ്തു എന്ന് ഡെയിലി ചെക്ക് ചെയ്യണം. അഥവാ കുറവുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് കൂട്ടണം. അങ്ങനെ എനർജി മാക്സിമം പോസിറ്റീവ് ആയിക്കൊണ്ട് പോസിറ്റിവിറ്റിയുടെ മൂർത്തിയായിട്ട് നിങ്ങൾ മാറുമ്പോൾ ഈ ലോകത്തെല്ലാ പോസിറ്റിവിറ്റിയും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തു വരും. അങ്ങനെ എല്ലാ ഡ്രീംസും നേടിയ, എല്ലാ സന്തോഷവും നിറഞ്ഞ ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ സിസ്റ്റർ സാധാരണ ഇടും പോലെ വോയിസ് മെസ്സേജ് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കൂ. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം തരാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ താഴെയുള്ള കമൻസിൽ നിങ്ങൾ ഇട്ടാലും മതി. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നല്ലത് കിട്ടും. പിന്നെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ സർക്കിളിലവർക്കും ഇതിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ പ്രോഗ്രാമിനെ അത് മാക്സിമം ആളുകൾക്ക് എത്തട്ടെ.
നല്ലൊരു ഉദ്ദേശത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്ന് നിൽക്കുന്നു. അത് മാക്സിമം ആളുകൾക്ക് ആ ബെനിഫിറ്റ് എത്തണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇതൊരു ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് നിങ്ങളുടെ ലൈവിൽ ഞാൻ വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് പരമാവധി ആൾക്ക് ഉപയോഗപ്പെടാൻ വേണ്ടിക്കൊണ്ട് ഷെയർ ചെയ്യണം എന്നുകൂടി നിങ്ങളടുത്ത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാമിൽ വരെയും ഈ ക്ലാസ് കേൾക്കുകയും എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മുടെ 2 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം ഇന്നിവിടെ നിർത്തുകയാണ്. ഓം ശാന്തി.